അവിടെയാണ്. കലക്കവെള്ളത്തിൽ മുങ്ങിയാറാണ് ഞാൻ. വേറെ ആരുമില്ല. വേദപുസ്തകം വായിക്കാൻ KP ഫിലിപ്പ് കുട പിടിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുന്നു. കുഞ്ഞാപ്പി ഉപദേശി എന്നെ സ്നാനപ്പെടുത്തുന്നു. അതാണ് എൻ്റെ സ്നാനം. വീട്ടിൽ വന്നത് അറിയിച്ചുമില്ല. അത് തെറ്റെന്ന് എനിക്കിന്ന് തോന്നിയിട്ടുണ്ട്. അറിയിച്ചിട്ട് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ഇന്നുണ്ട്. അന്ന് സാഹചര്യം അതായിരുന്നു. അതിനുശേഷം വലിയ പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായി. അതൊന്നും സാരമില്ല. കർത്താവിന്റെ നാമത്തിൽ ശ്രമിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ ബഹുമാനപ്പെട്ട CK ഉമ്മൻ പാസ്റ്ററുടെ ഭവനത്തിലാണ്. അദ്ദേഹത്തോടൊപ്പമാണ്. ഇവിടെ വരാനായിട്ടുള്ള പ്രത്യേക കാരണം, ഈ പ്രിയ അച്ചായന് വളരെ ദീർഘവർഷങ്ങളായിട്ടുള്ള സുവിശേഷ വേലയിലുള്ള അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് തൻ്റെ ജീവിതാനുഭവങ്ങളെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനും അത് ഓരോ സുവിശേഷകർക്കും അതൊരു വലിയ പ്രയോജനമായി തീരും എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ കടന്നു വരാനായിട്ട് ഇടയായത്. അച്ചായ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അച്ചായൻ്റെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ചായൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, ജന്മസ്ഥലം, നാട്ടിലെവിടെയായിരുന്നു, അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? അതോടൊപ്പം ഭവനത്തിൽ ആരൊക്കെ ഉണ്ട്? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജനിച്ചത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളതായ നെടുങ്കുന്നം ചേലക്കൊമ്പ് എന്നുള്ള സ്ഥലത്താണ്. പക്ഷെ പിന്നീട് ഞാൻ വളർന്നത് അടുത്തുള്ളതായ ആനിക്കാട്, മല്ലപ്പള്ളി, പത്തനംതിട്ട ആ സ്ഥലത്താണ് ഞാൻ വളർന്നത്. ദൈവകൃപയാൽ എൻ്റെ ചെറുപ്രായത്തിലുള്ള പഠനമൊക്കെയും ചേലക്കൊമ്പ് ഉള്ളതായ LP സ്കൂളിലും അതിനുശേഷം നെടുങ്കുന്നത്തുള്ളതായ സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂളിലും അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിനു വേണ്ടി ഞാൻ ബെർക്കമൻസ് കോളേജ് ചങ്ങനാശ്ശേരിയിലും അതിനുശേഷം മദ്രാസിൽ അല്ലെങ്കിൽ ഇന്നുള്ള ചെന്നൈയിൽ ഉള്ളതായ ഒരു കോളേജിൽ എൻ്റെ ഡിഗ്രിയും അതിനുശേഷം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ MA ഡിഗ്രിയും അതിനുശേഷം ചില മറ്റ് പഠനങ്ങൾ LLB പോലുള്ളതും അതുപോലുള്ളതായ ചില പഠനങ്ങളിൽ പിന്നെ ദൈവനാമമഹത്വത്തിന് വേണ്ടിയുള്ളതായ ചില പഠനങ്ങളൊക്കെയും ചെയ്യുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ ഇടയാക്കി. അതിനുശേഷം ഇതിനുള്ള ബന്ധത്തിൽ എനിക്ക് റെയിൽവേയിൽ ഒരു ജോലി ലഭിച്ചു, സ്റ്റേഷൻ മാസ്റ്ററായിട്ട്. അങ്ങനെ ഞാൻ ബെല്ലാരിയുടെ പ്രദേശത്തായിരുന്നു. ഓക്കെ. അപ്പോൾ നീണ്ട വർഷങ്ങളായി സർക്കാർ ജോലിയിലായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ ജനിച്ചു വളർന്നത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ, ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ? ഞാൻ ജനിച്ച് വളർന്നത് ചൗണിക്കാമണിൽ കുടുംബം എന്ന ഒരു കുടുംബമുണ്ട്, ചേലക്കൊമ്പ്, മല്ലപ്പള്ളി ഭാഗങ്ങളിലായിട്ട്. ആ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് കോശിക്കുഞ്ഞൻ, എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മയെന്നും ആണ്. അത് അവരെ പോയിക്കൊണ്ടിരുന്നത് CSI സഭയിലാണ്. അപ്പോൾ പിന്നീട് CSI സഭയിൽ നിന്ന് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം? എൻ്റെ കുടുംബത്തിൽ ഓൾമോസ്റ്റ് ആദ്യമായിട്ട് ഒരു പെന്തക്കോസ് അനുഭവത്തിൽ വരുവാൻ തക്കണം എൻ്റെ ചെറുപ്രായത്തിലിടയാക്കി. പക്ഷെ അതിനു മുമ്പായിട്ട് ആനിക്കാടിലുള്ളതായ നൂറോമാവ് ഒരു കൺവെൻഷനിലൊക്കെയും വെച്ച്, പ്രത്യേകിച്ച് ഉദാംപൂരിലും മറ്റുള്ള തോമസ് പാസ്റ്റർ പുന്നവേലിക്കാരൻ, അദ്ദേഹത്തിൻ്റെതായ മെസ്സേജിൽ ഞാൻ രക്ഷിക്കപ്പെടുവാനും ആ രക്ഷിക്കപ്പെടുന്നതിന് ശേഷം ഞാൻ ഈ മദ്രാസിലുള്ള പഠനത്തോടനുബന്ധിച്ച് താമ്പരത്ത് പോകുവാനും ആ താമ്പരത്തായിരുന്ന സമയത്ത് പെന്തക്കോസ്റ്റൽ ഒരു ചെറിയ സഭയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിനുശേഷം ഞാൻ ഈ പെന്തക്കോസ്റ്റൽ അനുഭവത്തിലേക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ 1957 8 കാലങ്ങളിൽ കർത്താവ് ഇടയാക്കി. അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബമായിട്ട് പാസ്റ്റർ CC ജോർജ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
അപ്പം ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ എത്ര വയസ്സുണ്ട്? ഞാൻ പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ പ്രായം 17 വയസ്സാണ്. അപ്പോൾ ആ സമയത്ത് 17 വയസ്സുള്ള ഒരാൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ ആ സഭയിൽ നിന്നുള്ള ഒരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ? സഭയിൽ നിന്നും എൻ്റെ അങ്കിളായിരുന്നു സഭാ സെക്രട്ടറി. ആ സമയത്ത് ഞാൻ ഓൾറെഡി ഒരു ജോലിക്കാരന് ട്രെയിനിങ് ആയിട്ട് ഞാൻ റെയിൽവേ ട്രെയിനിങ് ആയിട്ട് ഇരിക്കുകയും തൃശ്ശനാപ്പള്ളി ആ സമയത്ത് എനിക്ക് ലെറ്റർ അയച്ചു, നീ വന്ന് സഹതപിച്ച് സഭയോട് ചേർന്നിരിക്കണം, അല്ലെങ്കിൽ നിന്റെ പേര് ഈ സഭയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന്. അത് എൻ്റെ അങ്കിൾ തന്നെയായിരുന്നു അതിൻ്റെ ആള്. പക്ഷേ ഞാൻ മറുപടി അയച്ചു, ഞാൻ ദൈവവചന പ്രകാരമാണ്, ഞാൻ സഭയൊന്നും വിട്ടുപോയിട്ടില്ല, കർത്താവിൻ്റെ സഭകളെ മാനിക്കുന്ന ആളാണ്. പക്ഷേ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സഭ വിട്ടു പോകേണ്ടത് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിരുന്നു. മഹാന്മാരായ ദൈവദാസന്മാരുണ്ടല്ലോ, മാമനുപദേശി തൊട്ട് കൊച്ചു, ഇവരെയൊക്കെ ഈ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ സഭയിൽ നിന്ന് വിലക്കിയതായിട്ട് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ സഭയെ വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവവചനമാണ് ഞാൻ സ്വീകരിച്ചത്. ആ വചനപ്രകാരം ജീവിച്ച് ആ സഭയോടുള്ള ബന്ധത്തെ എൻ്റെ പിതാക്കന്മാരുടെ സഭയോട് ചേർന്ന് തന്നെ ഇരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും നീ അനുദപിക്കാതെ അതിനുള്ള ലെറ്റർ തരാതെ നിനക്ക് നീ സഭയിൽ തുടങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അത് കുഴപ്പമില്ല. എനിക്ക് ഈ ലോകത്തിലുള്ള ഒരു സഭ, നമ്മളെല്ലാവരും ആ സഭയിലാണ്, സർവ്വലൗകികമായ സഭയുടെ മെമ്പേഴ്സാണ്. അതുകൊണ്ട് ചെറുപ്രായമാണെങ്കിൽ ഞാൻ ശക്തമായിട്ട് ഞാൻ ലെറ്റർ എഴുതി, എനിക്ക് അങ്ങനെ ഒരു മുടക്ക് കൽപ്പന അങ്ങനെ തരികയും, ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ പേരിലാണ് എനിക്ക് മുടക്ക് കൽപ്പന എങ്കിലും നീ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ കൊണ്ടിടയായി. ഇപ്പോൾ വീട്ടില് ഈ ഫാദർ മദർ അല്ലെങ്കിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു? അത് അന്ന് മുതൽ ഇന്ന് വരെയും ആ പ്രതികരണം ഉണ്ട്. അതിൻ്റെതായ പല പ്രോബ്ലംസ് അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ അത് സദാ സ്വീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഇടയാക്കി എന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരാരും ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ടില്ലേ? എൻ്റെ സഹോദരൻ കാലങ്ങൾക്ക് ശേഷം ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരുവാനിടയായി. കുടുംബമായിട്ട് കാലങ്ങൾക്ക് ശേഷം എന്നോടുകൂടെ ബെല്ലാരിയിൽ ഞാൻ ജോലിയായിരിക്കുമ്പോൾ, സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്ന് പഠിക്കുകയും ആ സമയത്ത് ആ വിശ്വാസത്തിലേക്ക് വരികയും താൻ മടങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ളതായ പാസ്റ്റർ CC ജോർജ് പാസ്റ്ററുടെ കൈക്കീഴിൽ സ്നാനപ്പെടുകയും ഇന്ന് താൻ കുടുംബമായിട്ട് ദൈവകാര്യങ്ങളും ദൈവവേലയിലും ഒക്കെ ഉത്സുകനായി ഇരിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പൊതുവെ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ, ഈ മാർത്തോമാ CSI കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, ആ വ്യക്തികൾ ഒറ്റപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ട് കല്യാണത്തിന് വിളിക്കാതിരിക്കുക, മാമോദിസയ്ക്ക് വിളിക്കാതിരിക്കുക, മറ്റുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്, പൊതുവെ എല്ലാവരെയും ഹാർദവമായി സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് വിശ്വാസ സംബന്ധമായിട്ട് വളരെ എതിർപ്പുകൾ ഉള്ളിലുണ്ടെങ്കിലും വെളിയിൽ വളരെ സ്നേഹത്തോട് ഇന്നുവരെയും അവർ ഇടപെടുകയും ഒക്കെ ചെയ്തു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പൊതുവെ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ അവൻ ബന്ധുക്കോസിൽ പോയി, അവൻ ഇന്നയിടത്ത് പോയി. അപ്പം ഞാൻ ആ പല ആളുകളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഞാൻ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ധാരാളമായിട്ട് ആ ഒറ്റപ്പെടൽ ഉണ്ട് എന്നുള്ളത് ദൈവസന്നിധിയിൽ മറച്ചു വെക്കാൻ സാധ്യമല്ല. എല്ലാ വിധത്തിലും അത് ഈ പ്രോപ്പർട്ടി വിഷയം വരെയും അതിന് ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോൾ അച്ചായൻ 1957 സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ? 57 ഞാൻ വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും 58 ഞാൻ സ്നാനപ്പെട്ടത്. അല്ല, 57 വിശ്വാസത്തിലേക്ക് വരുമ്പം ഇന്നേക്ക് നല്ലൊരു വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ സമയത്തുള്ള ഈ പെന്തക്കോസ്റ്റലിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? കാരണം പൊതുവെ ആളുകളൊക്കെ പെന്തക്കോസ്റ്റലിലേക്ക് വരുന്നു, സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു, ഒറ്റപ്പെടലുണ്ടാകുന്നു. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ആ കാലഘട്ടത്തിൽ അതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിരുന്നത്. കാരണം നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു കാര്യത്തിലല്ല എന്ന് പറഞ്ഞ് എന്നെ പല വിധത്തിൽ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഉന്നതരായ വ്യക്തികളും
അതുപോലുള്ളതായ ഞങ്ങളുടെ മറ്റ് ഞങ്ങളുടെ ചില ഞങ്ങളുടെ ഏരിയയിലുള്ള പ്രൊഫസർമാരും ഉൾപ്പെടെ ഇതൊന്നും മോനെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എന്നെ അതിനകത്ത് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രിയ പിതാവ് നമ്മുടെ സമൂഹത്തിൽപ്പെട്ടതല്ല ചലക്കൊമ്പിൽ നിന്ന് ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ ഞാനും അത് പിടിച്ചിരുന്നു. അത് തന്നെ ഒരു വലിയ പ്രോബ്ലമായിട്ട് കണ്ട് നമുക്കൊക്കെ ചേർന്നതല്ല എന്ന് പറഞ്ഞു വളരെ എന്നെ ദൂഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആ പ്രൊഫസറോട്, ഞങ്ങളുടെ കുടുംബത്തിനടുത്തുള്ളതായ പ്രസിദ്ധനായ ഞാൻ പേര് പറയുന്നില്ല, എന്നെ വീട്ടിൽ വിളിപ്പിച്ച് പറഞ്ഞു. തേവര കോളേജിൽ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം, ഇന്ന് ലോകത്തിലില്ല. മോനെ, ഇത് നമുക്ക് ചേർന്നതാണോ? നീ ചൗണിക്കാമണൽ കുടുംബത്തിലെ അല്ലേ? നീ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ശവമഞ്ചം എടുത്തുകൊണ്ട് എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ ബഹുമാനിക്കുന്നു, പക്ഷേ ഞാൻ ഒന്ന് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും വിരൽ മുറിച്ചാലും ഒരേ രക്തമാണ് ഒഴുകുന്നത്. അതുകൊണ്ട് എനിക്ക് ജാതി വ്യത്യാസം ഞാൻ ഈ എൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ ഒരു പെന്തക്കോസ്റ്റൽ അനുഭവം വെച്ച് നോക്കുമ്പോൾ 1957, 60, 70 കാലഘട്ടങ്ങളിലുള്ള ഒരു അവസ്ഥയും ഇന്നത്തെ ഒരു അവസ്ഥയും തമ്മിൽ ഒരു താരതമ്യം നമ്മൾ നോക്കുമ്പോൾ ആചാൻ എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച്? അന്ന് പെന്തക്കോസ്റ്റൽ സഭകളെന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ താമ്പരത്തുണ്ടായിരുന്നതായ ഒരു ചെറിയ കുടിലായിരുന്നത് ആ സഭ എന്ന് പറയുന്നത്. പക്ഷെ പാസ്റ്റർ മോസസിനോട് ചേർന്ന് അവിടെ നിൽക്കുവാനും അതിനുശേഷം ആ സഭ വളരെ വലിയ ഒരു സഭയായിട്ട് മാറുവാനൊക്കെ ഇടയായി. മാത്രമല്ല, പിന്നീട് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ കാകപ്പാടെയുള്ളത് ആനിക്കാട് നൂറമ്മ ഉള്ളതായ ഒരു ഷെഡ് IPCയുടെ ആണ് ഉള്ളത്. ഞാൻ ആ ഷെഡിൽ ആയിരിക്കുമ്പോഴാണ്, ആ ഷെഡിൽ വന്നാണ് പ്രത്യേകിച്ച് പാസ്റ്റർ KP ഫിലിപ്പ്, അന്ന് അദ്ദേഹം പാസ്റ്ററല്ല, അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ അന്ന് ആ ചർച്ചിന്റെ പാസ്റ്ററായിരുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നതായ പാസ്റ്റർ കുഞ്ഞാപ്പി ഉപദേശി ആയിരുന്നു ആ ഷെഡിന്റെ പാസ്റ്റർ. ഞാൻ ഒരു ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ ഫിലിപ്പച്ചായന്, അല്ലെങ്കിൽ ഞാൻ വളരെ സ്നേഹിത, അദ്ദേഹവും ദൈവസന്നിധിയിലാണ്, അന്ന് മക്കളൊക്കെയും ഇന്ന് സുപ്രസിദ്ധരായ സുവിശേഷകരാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് സ്നാനപ്പെടണം. ആരാധന കഴിഞ്ഞപ്പോൾ, അത് അന്ന് വലിയ വെള്ളപ്പൊക്കമുള്ള കാലമാണ്, എനിക്ക് ഇന്ന് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അതെങ്ങനെ സാധിക്കും തങ്കച്ച, എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്, അതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്ന് സ്നാനപ്പെടണം. കാരണം ഇന്നത്തെ മെസ്സേജിൽ കൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചിട്ടാണ്. പാസ്റ്റർ CH ചെറിയാൻ, അല്ലെ പാസ്റ്റർ കുഞ്ഞാപ്പി ഉദ്ദേശിച്ച് 100 വയസ്സിന് ശേഷം ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചുപോയത്. അത് എനിക്കിന്ന് സ്നാനപ്പെടണം, അത് ഫിലിപ്പിച്ചാൻ എന്നെ വഴിയൊരുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുവാനിടയായി. അവര് പാസ്റ്റർ അദ്ദേഹത്തോട് സംസാരിച്ചു. ആരാധന കഴിഞ്ഞ സമയമാണ്, വലിയ മഴ പെയ്യുന്നുണ്ട്, മണിമലയാറ് കവിഞ്ഞൊഴുകുകയാണ്. അവർ രണ്ടുപേരും എന്നെ കൊണ്ടുപോയി. എനിക്ക് വീട്ടിലത് രഹസ്യമായിട്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രോബ്ലമാണ്. അപ്പം എന്നെ കൊണ്ടുപോയി പ്രസിദ്ധനായ പൊടിക്കുഞ്ഞു ഉപദേശിയുടെ ഡ്രസ്സ്, അദ്ദേഹം അജാനുബാഹുവാണ്, അദ്ദേഹത്തിൻ്റെ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് മുണ്ടും ഇതൊക്കെ ഉടുപ്പും ഇട്ടുകൊണ്ട് ഞാൻ കൊണ്ടുപോയ ഡ്രസ്സ് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. വീട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റുകയില്ല, ഞാൻ ഹാളിൽ നിന്ന് തന്നെയാണ് പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ, അന്ന് അദ്ദേഹം അമേരിക്കയിലാണ്, ആ ഡ്രസ്സ് എടുത്ത് ഈ വെള്ളം പൊങ്ങിക്കിടക്കുന്നതായ, ഇന്ന് സിയോൻ പുരം ഇരിക്കുന്നതായ, അല്ല ബേൽബ് കോളേജ് ഇരിക്കുന്നതായ ആ സ്ഥലത്തോട് റോഡിൽ വെള്ളം ഒഴുകുകയാണ്. അവിടെയാണ് കലക്കവെള്ളത്തിൽ മുങ്ങിയ ആളാണ് ഞാൻ, വേറെ ആരുമില്ല. വേദപുസ്തകം വായിക്കാൻ KP ഫിലിപ്പ് കുട പിടിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുന്നു, കുഞ്ഞാപ്പി ഉപദേശി എന്നെ സ്നാനപ്പെടുത്തുന്നു. അതാണ് എൻ്റെ സ്നാനം. വീട്ടിൽ വന്നത് അറിയിച്ചുമില്ല. അത് തെറ്റെന്ന് എനിക്കിന്ന് തോന്നിയിട്ടുണ്ട്. അറിയിച്ചിട്ട് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ഇന്നുണ്ട്. അന്ന് സാഹചര്യം അതായിരുന്നു. അതിനുശേഷം വലിയ പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായി. അതും സാരമില്ല, കർത്താവിന്റെ നാമത്തിൽ ശ്രമിച്ചു. അപ്പം അച്ചായൻ 1957 സൗണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം.
ആ കാലഘട്ടങ്ങളിലാണ് അച്ചായൻ സ്നാനപ്പെടുന്നത്. അന്ന് പെന്തക്കോസ്തൽ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പിന്നീട് സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം എന്താണ്? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അച്ചാന് പറയാനായിട്ടുള്ളത്? ദൈവം എന്തെങ്കിലും പ്രത്യേക ടാലന്റുകൾ തന്നു, കഴിവുകൾ തന്നു എന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നു എന്നുള്ള ഒരു ചിന്തകളൊക്കെ നമുക്ക് പൊതുവെ വരാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം എന്തായാലും അതിനുശേഷം സ്നാനപ്പെട്ടതിന് ശേഷം പ്രിയപ്പെട്ട പാസ്റ്റർ കെ പി ഫിലിപ്പ് പറഞ്ഞു, നമുക്കൊരു കാത്തിരിപ്പ് യോഗമുണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞു. അത് നടന്നത് ഇന്ന് അമേരിക്കയിൽ ഉള്ളതായ ജോർജ് കോശിയുടെ ഫാദർ, അദ്ദേഹം CSI പാസ്റ്ററാണ്. ആ വീട് പൂട്ടിക്കിടന്നു. അവിടെ അതിൻ്റെ മുമ്പിൽ അറേഞ്ച് ചെയ്ത ആരാധനയിൽ വെച്ച് കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ തക്കോണം കർത്താവ് എനിക്കിടയാക്കി. അത് ഞങ്ങളുടെ ചവടിങ്ങാമലിന്റെ കുടുംബത്തിൽ ഉള്ളതായ ഭവനത്തിൽ വെച്ചാണ്. ഓക്കെ. അപ്പോൾ അന്ന് പരിശുദ്ധാത്മാഭിഷേകം, ഈ കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു വലിയ സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് TPM ചർച്ച് പോലുള്ള ചർച്ചകൾ ഇന്നും കാത്തിരിപ്പ് യോഗം നടത്തുന്നുണ്ട്. അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ലഭിക്കുകയും അന്യഭാഷകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് 1958 ശേഷം അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നു. CSI സഭയിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്ന് ഒരുപാട് എതിർപ്പുകളുണ്ടായി. ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായ സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടതായ സാഹചര്യം എന്നെ വളരെയധികം സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ്. എങ്കിലും പല വിധത്തിലുള്ളതായ ഞെരുക്കങ്ങൾ അത് മുഖാന്തരമായിട്ടുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും ഞാൻ സ്നേഹിച്ചതായ, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചതായ, മനോഹരമായ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതായ ഞങ്ങളുടെ നീലംപാറ CSI സഭയോടുള്ള ബന്ധത്തിൽ എൻ്റെ മാതാവിനെയും കൊണ്ട് ഞാൻ പലപ്പോഴും ആ സഭയിൽ പോയിട്ടുണ്ട്. അവിടെയും പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് എനിക്കിടയാക്കിയിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അവരോട് ഒരു ബന്ധം വിച്ഛേദിച്ചു എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ അവരാണത് ചെയ്തത്. ഓക്കെ. പിന്നീട് ഈ 58 ശേഷം പിന്നെ അച്ചായൻ പിന്നെ ഇങ്ങോട്ട് പോരുവാണോ, ഈ ബാംഗ്ലൂരിലേക്ക് പോരുവാണോ ചെയ്തത്? അല്ല, ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഡിഗ്രിക്ക് മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ താമരത്തുള്ള ഒരു കുടില് സഭയിലാണ് ഞാൻ ഈ കൂടുതൽ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായത്. അത് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് മറക്കുവാൻ സാധിക്കാത്തതായ ഒരു പ്രിയ മാതാവുണ്ട് താമ്പരത്ത്. ഞാൻ പഠിച്ചത് മീനമ്പാക്കത്തുള്ള ജെയിൻ കോളേജിലാണ്. ഈ മാതാവ് ഇന്ന് 100 വയസ്സിന് മേലായിട്ട് ഇന്ന് നാട്ടിലുണ്ട്. ആ മാതാവ് ഇന്ന് CSIയുടെ ബന്ധമാണെങ്കിലും അവരും കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ടവരാണ്. 100 വയസ്സിന് മേലായിട്ട് ഇന്ന് ഞങ്ങളുടെ ചേലക്കൊമ്പിലുണ്ട്. ആ മാതാവും എൻ്റെ പിതാവിൻ്റെ കസിൻ ബ്രദറായ CC എബ്രഹാം, അവർ വളരെ സ്നേഹിതരായിരുന്നുകൊണ്ട് ഞാൻ PUC പഠിച്ച് ബെർക്കമൻസ് കഴിഞ്ഞപ്പോൾ, അന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു കാലമാണ്. അപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ ഭർത്താവ് അന്ന് സൗദി അറേബ്യയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ മദ്രാസിലുണ്ട് ക്രോംറ്റോമീറ്റർ പഠിക്കുവാൻ അവിടെ വിടണമെന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ഈ CC എബ്രഹാം, അല്ലെങ്കിൽ അച്ചുമുച്ചായനെന്ന് ഞങ്ങൾ പറയും ചേലക്കുമ്പിൽ, അദ്ദേഹത്തോട് വളരെ സൗഹൃദ ബന്ധം എൻ്റെ പിതാവിനുള്ളതുകൊണ്ട് എന്നെ ഈ മദ്രാസിൽ വിടുകയും ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്ത് സെൻട്രലിൽ ചെന്നിറങ്ങുമ്പോൾ പ്രിയ മാതാവ് എന്നെ താമ്പരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം 3 വർഷക്കാലം ആ ഭവനത്തിൽ ഞാൻ ആയിരിക്കുകയും നന്ദിയോടെ ഓർക്കും. ഇന്നും മാതാവ് 101 വയസ്സുള്ളവളായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ആ മാതാവാണ് എനിക്ക് വളരെ പ്രയോജനമായിരുന്നത്. ഞാൻ ഒരു രോഗിയായി അവിടെ തീർന്നു, എങ്കിലും എന്നെ ഒരു മാതൃ സ്നേഹത്തിൽ എന്നെ സഹായിക്കുകയും, തങ്കമ്മ എന്നാണ് എൻ്റെ മാതാവിൻ്റെ പേരും, ആ മാതാവിൻ്റെ പേരും തങ്കമ്മ എന്നാണ്. എൻ്റെ മാതാവ് ദൈവസന്നിധിയിലാണ്, പക്ഷേ ഈ മാതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നു. പ്രിയ മാതാവ്
എനിക്ക് വളരെ സഹായമായിരുന്നു. അങ്ങനെ അവിടെ ആയിരിക്കുന്ന കാലത്താണ് ഞാൻ ഈ സഭയ്ക്ക് പോകാൻ തന്നെ കാരണം. ഞാൻ അങ്ങനെ താമ്പരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥന കേട്ടു. ഒരു തമിഴ് ആരാധനയായിരുന്നു അത്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു. പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഘോരാഭയങ്കരമായ പുയലിൻ നടുവിൽ എന്നുള്ളൊരു പാട്ട്. അപ്പോൾ എനിക്കൊരു താല്പര്യമുണ്ട്, അവിടെ നിന്ന് കയറിയാലെന്ന്. നല്ലൊരു പാട്ടാണല്ലോ. വീട്ടിലെ ഒരു റെയിൽവേ ഓഫീസറുടെ വീടാണ്. അവിടെ നിന്ന് കയറിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഞാൻ പഠിക്കുന്ന കാലമാണ്. അപ്പോഴേ ഈ വീട് സന്ദർശിക്കുന്നതായ 2 സഹോദരിമാരുണ്ടായിരുന്നു. ഞാൻ അവിടെ കയറിയപ്പോൾ എനിക്ക് തോന്നി, ഇത് കൂടുതൽ വലിയ ആരാധനയൊക്കെ കേട്ടപ്പോഴാണ്. ഒന്നും എനിക്കിഷ്ടമില്ല, പാട്ട് കേട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പെന്തക്കോസ്റ്റലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീട് മുമ്പോട്ട് നടന്നുപോയി. പക്ഷെ ആ സഹോദരിമാരെന്നെ കണ്ടു. ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ ബലമായിട്ട് പറഞ്ഞു, അയ്യോ ബ്രദറെ വാ. എന്നെ അന്ന് ബ്രദറെ കൊച്ചല്ലേ, അപ്പം വരണം, ഇവിടെ വന്ന് ഈ ആരാധന ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി. അന്നേരമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അവിടെ വെച്ച് ഒരു പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ ഇനി ജീവിക്കണം എന്നുള്ള തീരുമാനം ആ ഭവനത്തിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെയാണ് ഞാൻ പാസ്റ്റർ മോസസിൻ്റെ സഭയിൽ പിന്നീട് കടന്നു പോകാനിടയായത്. അതുവരെയും എങ്ങും പോയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു പെന്തക്കോസ്റ്റൽ ആരാധനയ്ക്കും കടന്നു പോയത്. അതിന് വേറെ ചില കാര്യങ്ങളോട് പിന്നെ അതിനുശേഷം ഈ സ്നാനത്തിലേക്ക് എന്നെ വഴി നടത്തുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ പാസ്റ്റർ ഫിലിപ്പിനോടോ അല്ലെങ്കിൽ C.A. ചെറിയാൻ പാസ്റ്ററോടോ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ സ്നാനപ്പെട്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ താമ്പരത്തുണ്ടായി എനിക്ക് അനുഭവം ഉണ്ടായി. എനിക്കറിയില്ലായിരുന്നു അങ്ങ് ബൈബിൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എനിക്കൊരു രാത്രി വലിയൊരു കർത്താവ് ഒരു സ്വപ്നം തന്നു. അത് ഭയങ്കര ലോകം ഒരു അവസാനം പോലുള്ള ഒരു സ്വപ്നമാണ്. എല്ലായിടത്തും ഭയഭ്രാന്തരായ ജനങ്ങൾ ഓടുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ ഞാൻ കാണുകയാണ്. അപ്പം ഞാൻ ഒരു വലിയ സ്റ്റേഷനിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അവിടെ ഒരു മനോഹരമായ ട്രെയിൻ വന്ന് നിൽക്കുന്നു. ആ ട്രെയിന് എല്ലാവരും വണ്ടി നിൽക്കുമ്പോൾ വലിയൊരു ഗ്രൂപ്പ് ആളുകൾ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ട്, സ്വർഗീയ പാട്ടുപാടിക്കൊണ്ട് അവർ പ്രവേശിക്കുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണല്ലോ, അന്ന് സ്നാനപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ട ആളാണല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഇതിൽ പ്രവേശിക്കുവാൻ സാധിക്കയില്ല? ഞാൻ അവിടെ ഒരു ബോധം കെട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ വീഴുന്നതാണ് സ്വപ്നം. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ചെന്ന് പാസ്റ്റർ മോസസിനോട് സംസാരിച്ചു. അന്നേരമാണ് എനിക്ക് അദ്ദേഹം എടുത്തു തന്നൊരു വചനമുണ്ട്. യോവേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിലുള്ള ഭാഗവും പത്രോസ് പെന്തക്കോസ്ത് നാളെടുത്ത പ്രസംഗവും രണ്ടും കൂട്ടിച്ചേർത്ത് എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പറഞ്ഞ്, രക്ഷിക്കപ്പെട്ടാൽ പോരാ, അത് സ്നാനപ്പെടുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മളെ വേർപാട് അനുഭവിച്ച് അപ്പോസ്തലരുടെ ഉപദേശം കേട്ട് പ്രാർത്ഥനയും കൂട്ടായ്മയിലിരിക്കുന്നതായ പത്രോസ് പറഞ്ഞതായ 7 അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് അന്ന് എനിക്ക് പഠിപ്പിക്കുകയും അതിനുശേഷം പെട്ടെന്നുള്ളതായ അവധിയിൽ ഞാൻ നാട്ടിൽ വരികയും അങ്ങനെ ആനിക്കാട്ടുള്ളതായ ആ ഷെഡിൽ, ഇന്ന് വളരെ മനോഹരമായ വലിയ ചർച്ചാണത്, ആ ഷെഡിൽ ഞാൻ കടന്നു വരികയും KP ഫിലിപ്പിനോട് കൂടെ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും എനിക്കിന്ന് സ്നാനപ്പെടണമെന്ന് പറയുകയും അങ്ങനെ കലക്കവെള്ളത്തിൽ മണ്ണമലയാറ് മല്ലപ്പള്ളി കവിഞ്ഞൊഴുകുമ്പോൾ അതിലൊരു തീരത്ത് സ്നാനപ്പെടുകയും ചെയ്തു. അതിനുശേഷം അനേക പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇന്ന് വരെയും എൻ്റെ 17 വയസ്സ് തൊട്ട് ഇന്ന് വരെയും ഈ വചനത്തെ അല്ലെങ്കിൽ ദൈവവചനത്തെ മറുതലിച്ചു പറവാൻ തക്കണം എനിക്ക് സാധ്യമായിട്ടില്ല. കാരണം എന്നെ പ്രത്യേക ദൈവം ഈ കാര്യം ഏൽപ്പിച്ചതുകൊണ്ടാണ്. അങ്ങനെ കുടുംബത്തിലെ ഓൾമോസ്റ്റ് ആദ്യമായിട്ട് ഞങ്ങളുടെ ബൃഹത്തായ കുടുംബത്തിൽ ആദ്യമായിട്ട് പെന്തക്കോസ്റ്റൽ അനുഭവത്തിലേക്ക് വരുവാൻ തക്കോണം ഇടയായി. അതിനെക്കുറിച്ച് ചില റെക്കോർഡുകൾ എൻ്റെ ഇപ്പോൾ സഹോദരനെ ബൈബിൾ കോളേജൊക്കെ നടത്തുന്നതായ ഡെറാഡൂരിൻ്റെ ബൈബിൾ ഡോക്ടർ ജോർജ് ചൗണിക്കാമണിലും അത് തൻ്റെ പുസ്തകത്തിലും ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കതറിയില്ലായിരുന്നു. എൻ്റെ മകളതായി പുസ്തകം അയച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തെ ഇതുപോലെ ഹി റൈറ്റ്സ് ഇൻ ദാറ്റ്
മൈ കസിൻ ബ്രദർ ടുക്ക് മീ ടു എ ഡിലാപ്പിഡേറ്റഡ് ഷെഡ് എന്ന് പറയുന്നു. അന്ന് രാത്രി, അതായത് അദ്ദേഹത്തെ, ഞങ്ങൾ സണ്ണിമോൻ എന്ന് വിളിക്കും, അദ്ദേഹത്തെ ഞാൻ ചെറുപ്രായം 11 വയസ്സ് മറ്റേ ഉള്ളൂ, ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ആ ആരാധന ഇടത്തുള്ള ഷെഡ്, ഈ ഷെഡല്ല വേറൊരു ഷെഡ്, അവിടെ കൊണ്ടുപോവുകയും അവിടെ ആരാധന സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, എനിക്ക് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, എനിക്ക് അപ്പം ഞാൻ പറഞ്ഞതായിട്ട് പറയുന്നു, നീ ഇന്ന് കർത്താവിനെ സ്വന്തം, പക്ഷേ ലജ്ജ നിമിത്തമായിട്ട് പുള്ളി അത് ചെയ്തില്ലെങ്കിൽ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി എന്ന് തൻ്റെ പുസ്തകത്തിൽ താൻ കഴിഞ്ഞ വർഷം പ്രസിദ്ധ പുസ്തകത്തിൽ ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിനെ എൻ്റെ കർത്താവിൻ്റെ വഴികളിൽ നടത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീട് ഈ റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനായി മാറുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ ഈ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആയിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ വളരെ തീക്ഷ്ണമായിട്ട് ആരാധനയ്ക്ക് പോവുകയും എനിക്ക് സുവിശേഷ പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്നുള്ള ചിന്തയിലായിരുന്നപ്പോൾ അത് വീട്ടിൽ അറിയുകയും, അപ്പം എന്നോട് പറഞ്ഞ 4 പേരാണ് ഇവിടെ ഉള്ളത്, നീയാണ് മൂത്തത്, അതുകൊണ്ട് നീ അങ്ങനെ പോയാൽ എങ്ങനെയാ, മറ്റു കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, നീയല്ലേ ഒരു മാർഗദർശിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അന്ന് എഴുത്തുകൾ വരും, എനിക്ക് എങ്ങനെ പാടില്ല എന്നൊക്കെ ഞാൻ വളരെ ഫോഴ്സ് ചെയ്ത്, ഇല്ല ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞുവെങ്കിലും ആ സമയത്ത് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതായ പാസ്റ്റർ ജേക്കബ് തോമസ് എന്നതായ വ്യക്തി, അന്ന് താൻ എയർഫോഴ്സുകാരനാണ്. അതുപോലെ വേറൊരു ഒരു ജേക്കബ് തോമസ് ഉണ്ട്, അദ്ദേഹവും എയർഫോഴ്സുകാരനാണ്, അദ്ദേഹം കാനഡയിലായിരുന്നു. ഈ രണ്ടുപേരും എനിക്ക് നല്ല കോണ്ടാക്ട്, ഞാൻ ചെറുപ്പമാണെങ്കിലും അവരല്പം കൂടെ ജോലിക്കാരല്ലേ, അവർ വരികയും എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങൾ അന്ന് ഈ ജേക്കബ് തോമസ് ഈ പാസ്റ്റർ ജേക്കബ് തോമസ് കർത്താവിൻ്റെ സന്നിധിയായിരിക്കുന്ന ജേക്കബ് തോമസ് അന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടില്ല എങ്കിലും പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യം റെയിൽവേയിൽ നല്ല ഒരിതുണ്ട്, വീട്ടിൽ നിന്ന് ഒരു വലിയ പ്രഷർ, അപ്പോൾ തൽക്കാലം ഒരു ജോലിയിൽ പ്രവേശിച്ചുകൂടെ എന്ന് പറയുകയും, അങ്ങനെ ഈ ജേക്കബ് തോമസ്, കാനഡയിലായിരിക്കുന്ന ജേക്കബ് തോമസ് ആണ് എനിക്കൊരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നത്. ലാസ്റ്റ് ഡേ ആയിരുന്നത്. അപ്പം ലാസ്റ്റ് ഡേയിൽ അതെല്ലാം എഴുതി കൊണ്ട് ഞാൻ റെയിൽവേ ഓഫീസിൽ താമ്പരത്തു നിന്ന് പോകണം, ദൂരമാണ്, അവിടെ ഇലക്ട്രിക് ട്രെയിൻ കയറി ഓഫീസിൽ കൊണ്ട് ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഇട്ടപ്പോൾ അത് ഇടണ്ട, ഇതിൻ്റെ അകത്തോട്ട് ഈ ബാഗിലോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. ഇത് ലാസ്റ്റ് ക്ലിയറൻസ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടിയിലിട്ടത്. അങ്ങനെയാണ് റെയിൽവേയിലേക്ക് ഉള്ളതായ എൻ്റെ ഒരു കാൽവെപ്പ് ആയത്. കാരണം വീട്ടിൽ നിന്നുള്ള പ്രഷറും എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ജോലി ചെയ്യുന്നതിന് എന്താണെന്ന്, അങ്ങനെയാണ് റെയിൽവേയിൽ വരുവാനായിട്ട് കാര്യമായത്. ഓക്കെ, എത്രാമത്തെ വയസ്സിലാണ് റെയിൽവേയിൽ ജോലി കിട്ടിയത്? എത്ര വർഷം അതിൻ്റെ അകത്ത് ജോലി ചെയ്തു? ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ റെയിൽവേയിൽ കയറി. ഞാൻ 38 വർഷം ജോലി ചെയ്ത് 60ാമത്തെ വയസ്സിലാണ് ഞാൻ റിട്ടയർ. ആ കാലഘട്ടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ വല്ലതും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ റെയിൽവേ ട്രെയിനിങ്ങിന് പോയത്. തൃശ്ശിനാപ്പള്ളിയിലാണ്. ആ തൃശ്ശിനാപ്പള്ളി ട്രെയിനിങ്ങിന് ശേഷം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് ആസ് എ സ്റ്റേഷൻ മാസ്റ്റർ ബെല്ലാരി ഡിവിഷൻ എന്ന് പറയുന്ന റെയിൽവേ ഡിവിഷനാണ്. അവിടെ ബെല്ലാരിയുടെ അടുത്തുള്ളൊരു ചെറിയ സ്റ്റേഷനാണ്. എന്നോടൊപ്പം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനും എന്നോട് പഠിച്ച ആളിനും പാപ്പി എന്ന് പറയും, തിരുവല്ലക്കാരൻ ഇന്നുകൊണ്ട് പുള്ളി യാക്കോബക്കാരനാണ്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അവിടെ പോസ്റ്റിംഗ് കിട്ടി. അതൊരു ചെറിയ സ്റ്റേഷൻ ആയതിനാൽ അവിടെ പിന്നെ നമുക്ക് സംവിധാനങ്ങളൊന്നുമില്ല, എനിക്കൊന്നും ഒരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. അദ്ദേഹം എന്നെ വളരെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ ബെല്ലാറിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആ ബെല്ലാരിയിൽ ആയിരിക്കുമ്പോൾ ബെല്ലാരി ഡിസ്ട്രിക്റ്റ് മുഴുവൻ അവിടെ പെന്തക്കോസ്റ്റൽ സഭകളെ ഇല്ല ആ കാലത്ത്. അപ്പോൾ ആ സ്ഥാനത്ത് CSIയിൽ പോകണമോ അല്ലെങ്കിൽ ഉള്ളത് ആ ഫോർട്ടിനുള്ളിലുള്ളതായ ഹെൻറി നെറില്ല ഫാൻസി അവരുടെ ഒരു ബ്രദറൻ ചർച്ച. അപ്പം ഞാൻ ഒന്നുകൂടെ വിചാരിച്ചു, ആരാധന വേണമല്ലോ. അങ്ങനെയാണ്
ഞാൻ ബെല്ലാരി ഫോർട്ടിൽ ഉള്ളതായ ഹെൻറി നെറില്ല എന്ന് പറയുന്നതായ അദ്ദേഹത്തിൻ്റെ സഭയിലും പോകുവാനും അവരുടേതായ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും കർത്താവ് ഇടയാക്കി. ഒരു നല്ല കാര്യം പറയട്ടെ, ഞാൻ കണ്ടതിൽ അവരെ പോലെ സുവിശേഷ പ്രവർത്തനത്തിൽ ഒരു ഞായറാഴ്ച പോലും അവർ അടങ്ങിയിരിക്കുകയില്ല. ആരാധന കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ അവർ പോകും, പ്രവർത്തിക്കും. അങ്ങനെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിൽ പലയിടത്തും അവരോട് ചേർന്ന് പോകുവാനും അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുവാനൊക്കെയും അവർ മുഖാന്തരമായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അങ്ങനെ ബെല്ലാറിൽ ഇരിക്കുന്ന സമയത്താണ് എന്നോട് എപ്പോഴും പറയും, ഹൂബ്ലിയിലുള്ളതായ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതായ ദിവംഗതനായ പാസ്റ്റർ അബ്രഹാം ഉണ്ട് ഹൂബ്ലിയിൽ. അദ്ദേഹത്തിന് എങ്ങനെയോ എനിക്കൊരു കണക്ഷനായി. പറയും, മോനെ ഇവിടെ എങ്ങും ആരാധനയില്ല, നീ പോണെങ്കിൽ ആന്ധ്രയിലുള്ള അഡോണിയിൽ പോകണം എന്ന് പറഞ്ഞു. ബെല്ലാരി ഡിസ്ട്രിക്റ്റിൽ എങ്ങും ആരാധനയില്ല, പെന്തക്കോസ് ആരാധനയില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ബ്രദറിനിൽ ആരാധനയ്ക്ക് പോകാനിടയായത്. പക്ഷേ അതിനുശേഷം ഞാൻ 1970 വിവാഹിതനായതിനു ശേഷം ബെല്ലാരിയിൽ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ ജോൺ താന്നിക്കൽ, അദ്ദേഹം അന്ന് AGയുടെ ഇവിടുത്തെ സൂപ്രണ്ടൻ്റാണ്. അദ്ദേഹം ത്തോട് എനിക്ക് ബന്ധപ്പെടുവാനിടയായി. കാരണം ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യ തൃശ്ശൂർ പോലീസുകാരൻ്റെ മകളെന്നറിയപ്പെടുന്നതും പക്ഷേ KD തിമോത്തിയുടെ സിസ്റ്ററുമാണ്. അപ്പം അവരോടുള്ള ബന്ധം, അവരെ IPCയിൽ ദൂരത്ത് പോകുമായിരുന്നു, ദൂരമുള്ള സ്ഥലത്ത് BL ജോലി ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ പിന്നീട് പറഞ്ഞു, ഇത്രയും ദൂരം പോയിട്ട് ഒത്തിരി പ്രോബ്ലംസ് വന്നു. അന്ന് അധികം ബസ്സുകളൊന്നുമില്ല, IPCയുടെ ആളാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്തൊരു ആരാധന ഉണ്ടല്ലോ, അങ്ങനെ AG ചർച്ച്, ഷാരോൺ AG ചർച്ചിൽ അങ്ങനെ നിർബന്ധമായിട്ട് പോകുവാനിടയായി. ഇന്ന് അമേരിക്കയിലുള്ളതായ ഡോക്ടർ ജോർജ് പള്ളിയിൽ അവിടെ പാസ്റ്ററായിട്ടൊക്കെ ഉണ്ട്. പാസ്റ്ററല്ല, ഒരു ബൈബിൾ കോളേജിൽ നിന്ന് താൻ വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയ സഭയാണത്. അപ്പം അങ്ങനെയാണ് AGയോടൊരു ബന്ധം എൻ്റെ ഭാര്യയെ അങ്ങോട്ട് നിർബന്ധിച്ച സഭയിൽ വിട്ട്, അടുത്തായിരുന്നു, അങ്ങനെ വിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായത്. അവരോടുള്ള ബന്ധത്തിലും അനേക കാര്യങ്ങൾ അങ്ങനെയാണ് ജോൺ താന്നിക്കലുമായിട്ട് ബന്ധപ്പെടുവാനിടയായത്. അങ്ങനെ ജോൺ താന്നിക്കൽ ബെല്ലാരിൽ വരികയും എനിക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്, ആ ക്വാർട്ടേഴ്സിൽ കുറച്ച് ദിവസം താമസിച്ച് എന്നോടൊപ്പം അവിടുത്തെ ഉള്ള വലിയ ചൂടൊക്കെ സഹിച്ച് പ്രവർത്തിക്കുവാനിടയായി. ജോർജ് പള്ളിയിലോട് വരുവാനിടയായി. അന്നേരം സംഭവിച്ചത്, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടോട്ട് ഒരാളെ വിടുന്നുണ്ട് പ്രവർത്തനത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ ഒരു ദൈവദാസൻ എന്നെ ബന്ധപ്പെടുകയും, ചെറുപ്പക്കാരനാണ്, എന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ ഇങ്ങോട്ട് നമുക്കൊരു പെന്തക്കോസ്തിൻ്റെ ആരാധന വേണം, ഇവിടെ ഇല്ലല്ലോ, ബെല്ലാറിലില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആകപ്പാടെ ഒരാളാണ് ഇവിടെ. അന്ന് എൻ്റെ കൂടെ എൻ്റെ ബ്രദറും ഉണ്ട് അവിടെ. എൻ്റെ ബ്രദറും അന്ന് അവിടെ പഠിക്കുവാനൊക്കെ ഇടയായി. താനവിടെ BCom പഠിച്ചത് അവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ സപ്പോർട്ട് എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. കാരണം കർത്താവ് മാത്രമാണ് നമുക്ക് സപ്പോർട്ട്. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്. കർത്താവ് നടത്തുന്ന സഭയായിരിക്കണം അത്. സപ്പോർട്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ അത് അധികം നാൾ നിന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അന്നത്തെ എൻ്റെ ചെറിയ ജ്ഞാനത്തിൽ പറഞ്ഞു. അദ്ദേഹം പിന്നെ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ താന്നിക്കൽ എന്നോട് പറഞ്ഞു, ബ്രദർ ഉമ്മൻ, ഞാൻ ഒരാളെ ഇങ്ങോട്ട് വിടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഇവിടെ SABCയിൽ പഠിക്കുന്നതായ, ഇന്ന് കർത്താവിൻ്റെ വേല മഹത്വകരമായി ചെയ്യുന്നതായ VA വർഗീസ് എന്ന് പറയുന്നതായ പഠനം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഡിഗ്രി എടുക്കുന്നതായ സമയത്ത് തന്നെ ബെല്ലാരിൽ ഇറങ്ങുന്നു. അന്നേരത്തിൽ ഞാൻ ബെല്ലാറിൽ ജോലി ചെയ്യുന്നു, ബെല്ലാരി സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്ററായിട്ട്. താൻ വന്നിറങ്ങുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക, അന്ന് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. അപ്പം പറഞ്ഞു, ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്, താൻ നിൽക്കുന്ന ചായൻ എന്നെ വിട്ടതാണ് എന്ന് പറഞ്ഞ് താൻ അവിടെ വരുന്നു. ഞാൻ ഓർത്തു, അപ്പോൾ ഞാനിവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, എൻ്റെ ഭാര്യ BL ആയതുകൊണ്ട് വരും പോകും എന്നുള്ളത് ബാംഗ്ലൂർ തന്നെയാണ് പുള്ളിക്കാരി ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഓക്കെ വന്നല്ലോ, വളരെ സന്തോഷം എന്ന് സ്വീകരിച്ച് അദ്ദേഹത്തെ പ്ലാറ്റ്ഫോം. അന്നേരം വന്ന് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നത്.
ഒന്നും ചോദിച്ചാൽ ഒരു സൂട്ട് കേസുമായിട്ട് വന്ന അദ്ദേഹം വളരെ സന്തോഷം തോന്നി. കാരണം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണല്ലോ താൻ വന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ മുട്ടുമടക്കി ക്വാർട്ടേഴ്സിൽ ഇടയായി. അങ്ങനെ അതിനുശേഷം ചിലരൊക്കെ ചേർന്ന് വന്നപ്പോൾ ഡോക്ടർ കോട്ട്ലിംഗ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡോക്ടർ, ഐ സർജൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറൊക്കെ ഫേമസ് ആയിട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും അങ്ങനെ ഡോക്ടറായിരുന്നു. ഞങ്ങളെ ബന്ധപ്പെടുവാനും അവരുടെ ഒരേ മകൻ ഇന്ന് അമേരിക്കയിലെ വലിയ ഡോക്ടറാണ്. പ്രസിഡന്റിനൊക്കെയും സർജറി ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റൊക്കെ സർജറി ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് നമുക്ക് അല്പം കൂടെ വിപുലീകരിക്കാമല്ലോ. അപ്പം ഇവര് റിട്ടയർഡായിട്ട് മിഷനറി ഡോക്ടേഴ്സ്, ഹസ്ബൻഡും വൈഫും, അദ്ദേഹവും ഭാര്യയും CSIക്കാരാണെങ്കിലും അന്ന് ഇറ്റാർസി കുര്യൻ തോമസിന്റെ കീഴിൽ സ്നാനപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായി. ഞങ്ങൾ 1-2 ഫാമിലികൾ റോക്ക് കോട്ടേജ് എന്ന് പറയുന്നതായ ബെല്ലാറിലെ ഫോർട്ടിൻ്റെ അകത്തുള്ളതായ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടിലുള്ളതായ അവരുടെ നല്ല ബംഗ്ലാവിൽ ഞങ്ങൾ ആരാധന ആരംഭിച്ചു. അതാണ് എൻ്റെ ചരിത്രം. അങ്ങനെ അതൊരു ഏജിയുടെ ആരാധനയായി മാറി. അപ്പോൾ അതുകൊണ്ട് മടങ്ങി വരുമ്പോൾ ഇവിടെയും എൻ്റെ ഭാര്യ ഇവിടെ ഷാരോൺ ഏജി ചർച്ചിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഏജിയോടുള്ള ഒരു ബന്ധത്തിൽ വരുവാൻ ഇവിടെ നാട്ടിലെപ്പോഴും എൻ്റെ സഭ ആനിക്കാട്ടുള്ളത് IPC ചർച്ച. ഇവിടെ വരുമ്പോൾ ഇവരോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആരാധിക്കുകയും ഇവരുടെ ഒരു എക്സ്റ്റൻഷൻ പോലെ അവിടെ പ്രവർത്തിക്കുകയും വീണ്ടും വീണ്ടും അനേക സ്റ്റുഡൻസിനെ അയക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ഞാനവിടെ 10 കൊല്ലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ അപ്പോഴത്തേന് കുഞ്ഞുങ്ങളായി പാസ്റ്റർ VA വർഗീസിനെ അവർക്ക് വളരെ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോയതായ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൾ ബ്ലസ്സിക്ക് ഒരു നേരത്തെ ബ്രെഡിന് തന്നെ വളരെ ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. അപ്പോഴത്തേന് ഞാനിങ്ങ് പോന്നു. ഞാനിപ്പം ബെല്ലാറിൽ ട്രാൻസ്ഫർ ആയിട്ട്, കാരണം എൻ്റെ വൈഫ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു. 8 വർഷം ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ മോള്, അതിനുശേഷം പെട്ടെന്ന് മോനും ഉണ്ടാകുന്നത്. മോള് സൂസൻ, എൻ്റെ മകൻ പ്രകാശ്. അപ്പം ഞാൻ ആ സമയത്ത് 10 വർഷം അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു ചെറിയ കാര്യം ബേസായിട്ട് അവിടെ കർത്താവ് എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു വാസ്തവം. കർത്താവിൻ്റെ വേലയിൽ നിന്നു. പക്ഷേ അതിനുശേഷവും VA വർഗീസ് പാസ്റ്റർ വളരെ അധ്വാനത്തോടെ കഷ്ടതയോടെ അവിടെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുസമ്മ, അവർക്ക് 3 പെൺമക്കളാണ്. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ 3 പെൺകുഞ്ഞുങ്ങളും അമേരിക്കയിലാണ്. അവരും ഇവിടെ ബാംഗ്ലൂരിലുമുണ്ട്, അമേരിക്കയിലും. എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തുമായിട്ട് അധികം ബന്ധപ്പെടാറില്ല, ടൈമില്ലാത്തതിനാൽ. അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ബെല്ലാറിലെ ഒരു ആദ്യകാല പ്രവർത്തനം. എനിക്ക് പറയാൻ സാധിക്കും, പെന്തക്കോസ്റ്റൽ ആരാധന എൻ്റെ റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് മുട്ടുമടക്കിയത്. അതിനുശേഷം പെന്തക്കോസ്റ്റൽ ആരാധന വന്ന് റോക്ക് കോട്ടേജ്, ഡോക്ടർ കോട്ട്ലിംഗും ഭാര്യ, അവർ രണ്ടുപേരും ദൈവസന്നിധിയിലില്ല. അവർ ഇവിടെ വെച്ച് മരിക്കുമ്പോഴും ആ ശവവുമായിട്ട് ഞങ്ങൾ ബെല്ലാരിൽ പോവുകയും അവിടെ CSIയിലാണ് അടക്കിയതെങ്കിലും അവർ സ്നാനപ്പെട്ടവരും ഇറ്റാർസി കുര്യൻ തോമസിൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട വ്യക്തികളായിരുന്നു. അവരുടെ മോനാണ് പ്രസിദ്ധനായ വലിയ ഡോക്ടറായിരുന്നു അമേരിക്കയിൽ. അത് അങ്ങനെ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഇതിനുശേഷം ഈ ക്വാർട്ടേഴ്സിൽ മുട്ടുമടക്കി ആരാധിച്ചതിൻ്റെ ആരംഭം ഇന്ന് ബെല്ലാരിൽ 10,000-ങ്ങളുള്ളതായ പെന്തക്കോസ്ത് സഭയുണ്ട്. IPCയുടെ പല സഭകളുണ്ട്. എനിക്ക് പ്രിയപ്പെട്ടവരായ ചിലരിവിടെ ഉണ്ട്. AGയുടെ ബെല്ലാരി ഡിസ്ട്രിക്ട് മുഴുവനായിട്ട് അനേക സഭകളുണ്ട്. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ബാംഗ്ലൂരിലെ സിറ്റി സ്റ്റേഷനായിരിക്കുമ്പോൾ അന്നത്തെ ഞാൻ വളരെ ബഹുമാനിച്ചതായ സൂപ്രണ്ടൻ്റായിരുന്നതായ ജോർജ് സാറ് എന്നോട് അദ്ദേഹം പറയും, ഉമ്മച്ച ബാംഗ്ലൂരിൽ വരുന്നില്ലേ, നിങ്ങളൊക്കെ ആരംഭിച്ചതല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇന്ന് അറിയാമോ അത്ര വിപുലമായി ബെല്ലാരി, ഇന്ന് പെന്തക്കോസ്ത് സഭകൾ അനേകമുണ്ട്. ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ വേലയല്ലേ, നമ്മളൊന്നും അതിലില്ല. നമ്മളൊക്കെ അതിൻ്റെ നമ്മളെ ദൈവം ഉപയോഗിച്ച ഒരു വിത്ത് ഇടാൻ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ബെല്ലാരി ഇന്ന് അനേക പെന്തക്കോസ്ത് സഭകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഹൂബ്ലിയിലുള്ള പാസ്റ്റർ അബ്രഹാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര മോനെ,
ഇവിടെ ഒന്നും ആരാധനയില്ല. നിങ്ങൾ ഒരു ആരാധനയാണെങ്കിൽ നിങ്ങൾ അഡോണി പോകണം. അപ്പോൾ അഡോണി പോകണമെങ്കിൽ അവിടെ ഒരു CPM ആരാധനയാണ്. എനിക്ക് അതിനോടൊന്നും അലർജി ഇല്ലെങ്കിലും ചില വിശ്വാസ സത്യങ്ങളോട് എനിക്ക് അതിന് എതിർപ്പുള്ളതിനാലും എൻ്റെ പ്രിയപ്പെട്ടവർ അതിലുണ്ട് എങ്കിലും എനിക്ക് അതിനോട് അതിനൊരു ദൂരം, അത്രയും ദൂരം അവിടെ പോകത്തക്കവണ്ണം എനിക്ക് സാധ്യവുമല്ല. ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് അല്ലെങ്കിൽ റോക്ക് കോട്ടേജിൽ ആരംഭിച്ചത് വളരെ കഷ്ടത അനുഭവിച്ച് VA വർഗീസൊക്കെ ഞങ്ങളൊക്കെ ചേർന്ന് നടത്തിയതായ ആരാധന ഇന്ന് അനേക ദൈവമക്കളോടുണ്ട്. ദൈവനാമ മഹത്വത്തിന്, മനുഷ്യമായ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ, 10,000-കണക്കിന് ജനങ്ങളുള്ളതായ ആരാധന അവിടെ നടക്കുന്നുണ്ട്. ബെല്ലാരിൽ നിന്നും വന്നതായ ഒരു ബാംഗ്ലൂരിലുള്ളതായ പ്രസിദ്ധനായ ഒരാളാണ് രാംബാബു. അത് ബെല്ലാരിക്കാരനാണ്. അതുപോലെ എൻ്റെ മകൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ ഇവിടെ ജോൺ താന്നിക്കൻ അവിടെ പഠിച്ചതായ അദ്ദേഹം ബെല്ലാരിക്കാരനാണ്. ഇവിടെ കാണുന്ന ചെയർസ് മിക്കവാറും അദ്ദേഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അദ്ദേഹം ബെല്ലാരിക്കാരനാണ്. 18 മക്കൾ ഒരാളാണ്, ഹിന്ദുക്കൾ. ഇന്ന് അമേരിക്കയിലാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്നു. എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച ആളാണ് ബൈബിൾ കോളേജിൽ. അപ്പം ദൈവം അങ്ങനെയാണ്. ബെല്ലാരിക്ക് നമ്മളെ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വലിയൊരു വേദനയുണ്ട്. നമ്മളിതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് നിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും എന്നുള്ളതായൊരു ചിന്താഗതി എനിക്കുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് തരേണ്ടതായ കാര്യങ്ങളാണ്. ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ പ്രിയപ്പെടുന്നതായ കൊച്ചൈപ്പ വർഗീസ് അല്ലെങ്കിൽ മോനിച്ചൻ പാസ്റ്റർ ഇങ്ങനെ വിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ പാസ്റ്റർ ഇത്രയും ദൂരം ഇവിടെ വന്നതിന് അത് നീതി പുലർത്തുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിത് പറയാൻ തക്കണിടയായത്. അങ്ങനെ കർത്താവ് ഈ ബെല്ലാരിക്ക് ശേഷം എന്നെ ഇവിടെ വിടുകയും അങ്ങനെ 8 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്ക് മനോഹര മക്കളെ തന്നു. അവരെ കർത്താവിൻ്റെ സുദീർഘമായ കാര്യങ്ങൾ ചെയ്യുന്നു. എൻ്റെ മകൾക്ക് 2 മക്കളാണ്. മോള് അവൾ നേരത്തെ സ്നാനപ്പെട്ടു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഡാനി, എൻ്റെ കൊച്ചുമകൻ്റെ ബാപ്റ്റിസം. അവരെ ഇന്ന് ലോസ് ആഞ്ചലീസിലാണ് ഇവിടെ ഉള്ളത്. അവിടെയുള്ള IPC ചർച്ചിലുള്ള ബന്ധത്തിലാണ് അവിടെ ആയിരിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മകനെയും ഈ ബൈബിൾ കോളേജൊക്കെ പഠിച്ചതിന് ശേഷം അതിന് തന്നെ ഒരു കാരണമുണ്ട്. അത് ഞാൻ മറക്കാൻ സാധ്യമല്ല. ഒരു പ്രാർത്ഥനയിലിരിക്കുമ്പോൾ വീട്ടിൽ ഞങ്ങളുടെ മേലിലുള്ളതായി ഞങ്ങളൊരു ഹോള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചിരുന്നൊരു ഹോളാണ്. ഇന്നത് മാറ്റപ്പെട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ആരാധിക്കുന്നതുകൊണ്ട്. ആ ഹോളിൽ ഡോക്ടർ ജോർജ് പള്ളിലും ഞങ്ങളെ വിളിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയിൽ പറഞ്ഞു, പ്രകാശ് ഈ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. അദ്ദേഹം പറഞ്ഞു. ഞങ്ങളത് പ്രാർത്ഥനയിൽ വെച്ചു തക്ക സമയത്ത് അദ്ദേഹം ആ ബൈബിൾ കോളേജിൻ്റെയും ഒരു ഫാക്കൽറ്റി മെമ്പറോ ഒക്കെ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തക്കണം ഇടയായി. അതിനുശേഷമുള്ളതൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപാവരങ്ങളാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനുശേഷം പല കാര്യങ്ങളുണ്ട്. ബെല്ലാരിയിൽ അച്ചായൻ വരുന്ന സമയത്ത് അവിടെ ആരുമില്ല, വിശ്വാസികളൊന്നും. അവിടുത്തെ റെയിൽവേയുടെ ക്വാർട്ടേഴ്സിൽ ആരംഭിച്ച പ്രാർത്ഥനയാണ് ഇന്ന് ബെല്ലാരി പ്രദേശത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളുകൾ വിശ്വാസത്തിലേക്ക് ഉണ്ട് എന്ന് കേൾക്കുവാനായിട്ടിരുന്നു. അവിടുത്തെ പ്രശസ്തനായിട്ടുള്ള രാംബാബു പാസ്റ്ററെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹമൊക്കെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പാസ്റ്ററായിട്ട് വന്നു. അപ്പോൾ ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ച് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അച്ചാൻ അവിടെ എത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ഈ ഇത്ര വർഷം ജോലി ചെയ്തു. അതിനുശേഷം റിട്ടയർഡ് ആയതിനു ശേഷമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഞാൻ ഇത് പറയുമ്പോൾ, ബെല്ലാരിയെക്കുറിച്ച് പറയുമ്പോൾ, ഞാനൊരു പേഴ്സണൽ ഗ്ലോറിഫിക്കേഷനായിട്ടല്ല അത് പറയുന്നത്. കാരണം ഒരു വിത്ത് ഇടുവാൻ വേണ്ടിയൂടെ എന്നെയും VA വർഗീസ് പാസ്റ്ററെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിന് മാത്രമാണ് പറഞ്ഞത്. അന്ന് രാംബാബുവിനെയോ ഇവരൊന്നും എനിക്കറിയില്ല. അതിന് ശേഷമാണ്
വളരുമാറാക്കുന്ന ദൈവം ചെയ്തു. നമ്മളൊക്കെയും വിത്ത് വിതച്ച് കരഞ്ഞുകൊണ്ട് നടന്നു. ആമേ, ആർപ്പോടെ കൊയ്തുകൊണ്ട് വരുന്നവർ മറ്റുള്ളവരാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാനതിൻ്റെ ഒരിക്കലും ഞാൻ അതിൻ്റെ ഒന്നും ഭാഗമാക്കല്ല. ആരംഭകാലത്ത് ഒരാളെന്ന് മാത്രം പറയുവാനാണ് ഞാൻ ഇതിൽ കൂടെ ആഗ്രഹിച്ചത്. ഓക്കെ, റിട്ടയർഡായി, ഇപ്പോൾ റിട്ടയർഡായല്ലോ, സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പിന്നീടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആദ്യ കാലത്തെ പോലെ തന്നെ ഞാൻ റെയിൽവേ ജോലി ഇരുന്ന കാലത്ത് തന്നെ എവിടെയായിരുന്നാലും ഒരു ആരാധന എന്നുള്ളത് എനിക്ക് ഒരു വലിയ സന്തോഷമായിരുന്നു. കാരണം നമുക്ക് മെയിൻ ലൈൻ ചർച്ചസുമായിട്ടൊക്കെ നമുക്ക് എല്ലാ സഭകളുമായിട്ട്, പ്രത്യേകിച്ച് AGയുമായിട്ടും ഇന്നും എല്ലാവരുമായിട്ടും ഇന്നും ആ ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. IPCയുമായിട്ട് ബന്ധമുണ്ട്. ഒന്ന് പറഞ്ഞാൽ, എടുത്തെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്രായത്തിൽ വിശ്വാസത്തിൽ വന്ന കാലത്ത് പക്ഷെ KP ഫിലിപ്പ്, അന്ന് അദ്ദേഹം ബൈബിൾ കോളേജ് കുമ്മനാട് പഠിക്കുന്നു. KP ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽവക്കക്കാരും ഞങ്ങൾക്ക് വളരെ വേണ്ട കരിമ്പ്രാമണ കുടുംബം എന്ന് പറയും. അവരുടെ മക്കളൊക്കെ ഇന്ന് വലിയ സുപ്രസിദ്ധരായ സുവിശേഷ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അത് വേറെ വിഷയം. അപ്പം അദ്ദേഹം എന്നെ ചെറുപ്രായത്തിൽ, അതാണ് എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തത്. അദ്ദേഹം എന്നെ ഒരിക്കൽ കുമ്മനാട് കൊണ്ടുപോയി. ഞാൻ അവധിക്ക് വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയിരിക്കും. കുമ്മനാടോ അല്ലെങ്കിൽ കോട്ടയത്തുള്ളതായ PM ഫിലിപ്പ് സാറിൻ്റെ അടുത്തോ അങ്ങനെ എല്ലായിടത്തെയും എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തും. പിന്നെ അതുപോലെ പാസ്റ്റർ ഉമ്മൻ, അദ്ദേഹത്തെയും തിരുവനന്തപുരത്ത് വളരെയധികമായിട്ട് പരിചയപ്പെടും. അങ്ങനെയുള്ള ആ നേതാക്കളെയൊക്കെ പരിചയപ്പെട്ടു അവരുടെ വഴികൾ മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുമ്മനാട്ടിൽ ചെന്നപ്പോൾ എന്നെ വളരെ, ഞാനൊരു ചെറു ബാലകൻ പോലാണ്, എങ്കിലും എന്നെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് KP ഫിലിപ്പുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ നല്ല അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് വരണം, അത് വരും എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 2 പ്രസംഗങ്ങൾ കേൾക്കുവാൻ, പഴയ നിയമത്തിൽ നിന്നാണ് താൻ പ്രസംഗം, അന്ന് യുദ്ധകാലങ്ങളൊക്കെ ആയതുകൊണ്ട് റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗ പാഠകം എന്നെ വളരെ ആകർഷിച്ചു എന്നുള്ളത് വളരെ വാസ്തവമാണ്. അതുപോലെ തന്നെ ക്രൂശ് ഉയർത്തി പ്രസംഗിക്കുന്നതായ 2 പേരെ പറ്റിയാണ് ആ കാലങ്ങളിൽ കേട്ടിട്ടുള്ളത്. ഒന്ന് PM ഫിലിപ്പ് സാറും മറ്റേത് മർത്തോമാ നവജീവോദയത്തിൻ്റെ ചെറിയ, ഇവർ 2 പേരുടെയും പ്രസംഗങ്ങൾ കേൾക്കുവാനിടയാക്കുന്നുണ്ട്. ക്രൂശ് ഉയർത്തി പ്രസംഗിക്കുമ്പോൾ നമ്മൾ താനേ ഇരുന്ന് കരഞ്ഞു പോകും 2 പേരും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വന്നതായ ബന്ധപ്പാടുകളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മളാ കാലത്ത് ഒരു വലുതായിട്ട് എടുത്തിട്ടില്ല. കർത്താവിൻ്റെ പാതയിൽ പോകാൻ ഇങ്ങനെയുള്ളതായ സുപ്രസിദ്ധരായ, അത് കർത്താവിന് വേണ്ടി വില കൊടുത്തവരെ അങ്ങനെ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ, അങ്ങനെ വളരെയധികം പേഴ്സണലായിട്ട് മറ്റു ദൈവദാസന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ KV കുര്യച്ചൻ, KP ഫിലിപ്പും KV കുര്യനുമാണ് ഓൾ ഇന്ത്യ ടൂറിന് വന്നപ്പോഴാണ് താമ്പരത്ത് ഞങ്ങളോട് വരികയും അങ്ങനെ പക്ഷെ KV കുര്യനുമായിട്ട് വളരെ പരിചയപ്പെടുവാനൊക്കെ ഇടയാക്കി. ആ സമയങ്ങളിലാണ് ഞാൻ പറഞ്ഞതായ ജേക്കബ് തോമസ്, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതായ ജേക്കബ് തോമസ് രക്ഷിക്കപ്പെടുവാൻ, എയർഫോഴ്സ് ക്യാമ്പിൽ വെച്ച് രക്ഷിക്കപ്പെടുവാൻ അന്ന് ഞാൻ സാക്ഷി പറഞ്ഞു. KP ഫിലിപ്പ് പ്രസംഗം, അന്ന് കുരേച്ചായൻ അന്ന് നോർത്ത് ഇന്ത്യയിലോട്ട് പോയിരുന്നു. അങ്ങനെയാണ് ജേക്കബ് തോമസ് വരുവാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനം ബാംഗ്ലൂരിലും IPCയുടെ പാസ്റ്റായിട്ട് പിന്നീട് വരുവാനിടയായി. അദ്ദേഹത്തിൻ്റെ മകനൊക്കെ നല്ല മദ്രാസിലെ ലോയറാണ്, കുടുംബമൊക്കെയും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രസിദ്ധരായ ആളുകളാണ് അവരൊക്കെ. ദൈവത്തിൻ്റെ കൃപയാണെന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. നമ്മളെ പറ്റി പുകഴ്ത്തി പറയണം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സുപ്രസിദ്ധരായ കർത്താവിൻ്റെ വചനത്തെ ഉയർത്തി ക്രൂശ് ഉയർത്തി പ്രസംഗിച്ചാൽ കംപ്ലീറ്റ് പന്തലിരുന്ന് കരയുന്നതായ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് അത് ചുരുക്കമാണെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് നമ്മളൊരു വളരെയധികം 1-ാം പറ കഴിഞ്ഞ് 2-ാം പറ 3-ാം പറ 4-ാം പറയിലായിരിക്കുന്ന ഒരു കാലമാണ്. പലപ്പോഴും തലമുറകൾക്ക് കഴിഞ്ഞ കാലങ്ങളുള്ളതായ ദൈവദാസന്മാരുടെയോ അല്ലെ കുടുംബങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടേതായ പ്രശ്നങ്ങൾ അറിയത്തില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ആ കാലമല്ല ഇന്നത്തെ കാലം. ഇന്ന് നമ്മൾ വിപുലമായ സഭയാണ് കർത്താവിൻ്റെ സഭ.
നമ്മൾ നല്ല ദൈവദാസന്മാരുണ്ട്, നല്ല ഓർഗനൈസേഷനുണ്ട്, കെട്ടുറപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ തലമുറകളിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ളതായ ആ ആഴമായ കാര്യങ്ങൾ അത് അവർക്കറിയില്ല, അവരുടെ തെറ്റല്ല. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിനെ ഒരു തെറ്റായിട്ടോ എല്ലാവരെയും ബഹുമാനിക്കുന്നത് കൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കും. എനിക്ക് അതിനകത്ത് കയറി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചർച്ചുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഇപ്പൊ ആ ചോദ്യം നല്ല ചോദ്യം തന്നെയാണ്. ഞാൻ ഈ മെയിൻ ലൈൻ ചർച്ചസുമായിട്ട് വളരെ ബന്ധത്തിൽ ഇരിക്കുന്നു. അത് അന്വേഷിച്ചാലും അറിയാൻ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാൻ അല്ല എൻ്റെ മോനൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ്. അത് ചില കാലങ്ങൾക്ക് മുമ്പ് വളരെ ഒരു വേദനയെന്ന് പറയാം. ഇവിടെ ഞങ്ങൾ ഇവിടെ നടത്തിയിരുന്നു കർണാടക ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഫെലോഷിപ്പ് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇന്നിപ്പോൾ അത് കുറച്ച് നാളായിട്ട് കോവിഡിൻ്റെ ഒക്കെ കാലങ്ങളൊക്കെ വന്ന് പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങളിവിടെ നല്ലതായിട്ട് നടത്തി. ഇവിടെ സുപ്രസിദ്ധനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, റെയിൽവേക്കാരനായിരുന്നു, ജോൺസൺ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രസിഡന്റായിട്ട് കർണാടക ക്രിസ്ത്യൻ മിനിസ്റ്റർ, ആ പേരിട്ടത് ഞാൻ, KCMF എന്ന് പറയും, എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിൽ പലർക്കും അറിയാവുന്നത്. അപ്പം അങ്ങനെ നടന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം ദൈവസന്നിധിയിലാണ്. അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇരിക്കാനും എൻ്റെ മകന് അതിൻ്റെ യൂത്ത് പ്രസിഡന്റായിട്ടൊക്കെ ഇരിക്കുവാനും പല ദൈവദാസന്മാർ, കന്നഡ, തമിഴ്, മലയാളികൾ കുറവാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും 3 മാസം വളരെയധികം മീറ്റിങ്ങുകൾ ഈ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പലയിടത്തായിട്ട് വളരെ വിപുലമായ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് പറയാൻ സാധിക്കും, അനീഷ് കാവാലുമൊക്കെയും അധികമായി അറിയപ്പെടാതിരുന്ന ഒരു കാലത്തൂടെ പക്ഷേ അദ്ദേഹത്തെ വിളിക്കുവാനും അതുപോലെ അദ്ദേഹത്തോടെ പിന്നെ ഇവിടെ കത്തോലിക്കയിൽ നിന്ന് വന്നതായ സുപ്രസിദ്ധനായ ക്രൂസ് ദിവാകരെ വിളിക്കുവാനും തമിഴ്നാട്ടിലുള്ളതായ പ്രസിദ്ധനായ ഒരു വ്യക്തി സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളെ വിളിക്കുവാനും അങ്ങനെ ഒരു വലിയ മീറ്റിംഗ് ക്യാമ്പസ് ക്രൂസൈഡ് സംഘടിപ്പിക്കുവാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അന്നത്തെ കാലത്തിന് ലക്ഷങ്ങൾ ചെലവായി എങ്കിലും എല്ലാ ലീഡേഴ്സിനെയും AGയുടെയും അങ്ങനെയുള്ളതായ മറ്റുള്ളതായ ഡോക്ടർ ഇവരെയൊക്കെയും വിളിച്ച് മനോഹരമായ മീറ്റിംഗ് നടത്തുവാൻ അന്നത്തെ കാലത്ത് എനിക്കറിയാം. പിന്നെ അതുപോലെ പാസ്റ്റർ ഷമീർ കൊല്ലം അന്നേക്ക് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുവാനും അന്നത്തെ കാലത്ത് ഒന്ന് പ്രവർത്തിക്കുവാനിടയായി. ഇതിനു മുമ്പായിട്ട് കാനമച്ചൻ ഇവിടെ വന്നു. ഞാനായിരുന്ന സമയം എൻ്റെ ഒരു ഗുരുവായിരുന്നു, എന്നെ പഠിപ്പിച്ച ആളാണ്. ആ മരണത്തിനും ഞാനവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുവായിരുന്നതിനാൽ അദ്ദേഹത്തെ ഇവിടെ വിളിക്കുവാൻ വലിയ മീറ്റിംഗ് ഒക്കെ നടത്തുവാനൊക്കെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതാണ് അതിനുശേഷം ഈ ഞങ്ങളെ ഒരു ചെറിയ ഓർഗനൈസേഷൻ തുടങ്ങി. പെന്തക്കോസ്തിനും വിരോധിച്ചല്ല, ഇത് ഇങ്ങനെ വലിയ സഭകളായിട്ടും യോങ്ങിച്ചോ പോലുള്ള സഭകളൊക്കെ നല്ലത് തന്നെയാണെങ്കിലും പലപ്പോഴും എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ വലിയ ചെറിയ നമുക്കറിയാം, വലിയ മീൻ എന്ത് ചെയ്യും, ചെറിയ മീനുകളെ അങ്ങ് വിഴുങ്ങും. ഇത് പലയിടത്തും നടന്നത് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്. എങ്കിലും ഇതാണ് നടക്കുന്നത് പലയിടത്തും. ഇതൊരു വിഷമമുണ്ട്. അപ്പം ഇതിനൊക്കെ വളരെ വേദനിച്ചതിനാണ് ഞാൻ. ആളുകളെ കൂട്ടണം, പേര് വലുതാകണം എന്ന് ഉള്ളതായ ചിന്താഗതിയിൽ എവിടുന്നാണെങ്കിലും ആളുകളെയൊക്കെ വിട്ട് എവിടൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ, വണ്ടി നിങ്ങൾക്ക് നടന്നാണ് പോകുന്നത്, നിങ്ങൾക്ക് കഷ്ടമാണ്, ഞാൻ വണ്ടി അയക്കാം. അപ്പം അങ്ങനെയുള്ളതായ ഒരു പ്രവണത ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ 1999 മുതൽ കണ്ടപ്പോൾ, അതിനു മുമ്പേ ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഞാൻ AGയോടെ ബന്ധത്തിലായിരുന്നു അവിടെ. പക്ഷേ ഇവിടെ എനിക്കൊരു ചെറിയ വീട്, ഒരു ചെറിയ ഇതിൽ ഞങ്ങളൊരു ചെറുതായിട്ടൊരു ആരാധന അങ്ങ് ആരംഭിച്ചു. ഞാൻ അന്ന് AGയിലായിരുന്നു. ഞാനവിടെ ശരൺ ചർച്ച് പക്ഷേ MA വർഗീസ് അന്ന് പാസ്റ്റല്ല, എയർഫോഴ്സുകാരനാണ്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നതിന് ശേഷം ആ കമ്മിറ്റിയിൽ അവരെല്ലാവരും, എനിക്ക് വലിയ ഇതുണ്ടായിട്ടല്ല,
പക്ഷേ ഞാൻ ആ സഭയുടെ പിന്നീട് ഇലക്ഷൻ അവിടെ 5 വർഷക്കാലം അവിടെ ഞാൻ സെക്രട്ടറി ആയിട്ട് ഇരിക്കാനും പ്രസിദ്ധനായ ഒരു ജോൺ പാസ്റ്ററൊക്കെ ഉണ്ട്, ഡി ജോൺ, അവരൊക്കെ ഞങ്ങളുടെ അവിടെ ട്രഷറായിട്ടൊക്കെ ഇരിക്കാനും ഇടയായി. പക്ഷേ ഇതൊന്നും എനിക്കൊരു തൃപ്തിയായില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ എനിക്കുള്ളതായ ചെറിയ വീട് ഇവിടെ ഇപ്പോഴും ഉണ്ട്, ചെറിയ വീട്. ഇന്ന് ഞങ്ങളുടെ അസിസ്റ്റന്റ് പാസ്റ്റർ, കന്നഡ പാസ്റ്റർ താനിവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് MD IPC ബൈബിൾ കോളേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയ അക്കോമഡേഷനാണ്, ലോ ഇൻകം ഗ്രൂപ്പ് LIG എന്ന് പറയും. അതിലൊരു ആരാധന ആരംഭിച്ചു. അതിനെ ഇനാഗുറേറ്റ് ചെയ്തുള്ളത് സുപ്രസിദ്ധനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിലപ്രാപിച്ച് പാസ്റ്റർ യശ്വന്ത് കുമാർ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഇനാഗുറേറ്റ് ചെയ്യുവാനും അങ്ങനെ അവരുമായിട്ടുള്ള ബാംഗ്ലൂർ പെന്തക്കോസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പിനോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കിയിട്ട് ഞങ്ങളെ വളരെ സഹായിച്ചതായ ഒരു ദേഹമുണ്ട്, പാസ്റ്റർ പിൻറ്റോ. ഞാൻ റെയിൽവേ ക്വാർട്ടേഴ്സ് താമസിക്കുന്ന പാസ്റ്റർ അല്ല, അദ്ദേഹം അതിലേക്ക് വരുമായിരുന്നു. പിന്നീട് പാസ്റ്ററായി, സുപ്രസിദ്ധനായ പാസ്റ്ററായി. ഇവരൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളവരാണ്. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ആ പ്രവർത്തനത്തോടുകൂടി എനിക്ക് മലയാളികളെന്ന് പറയുവാൻ തക്കവണ്ണമുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതായ ബ്രദർ രാജു ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനൊരു കാരണമുണ്ട്. താനെന്ന് ബിന്നിമില്ലിൽ ജോലി ചെയ്യുന്നു, ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. അവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനോട് ഓക്ലിപുരം ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ഞങ്ങൾ വലിയൊരു മീറ്റിംഗ്, അന്ന് VA തോമസ്, അന്ന് അതിന് കാരണം നമ്മുടെ MA വർഗീസിലൂടെ കാരണമുണ്ട് അതിന്. പിന്നെ KP ഫിലിപ്പ്, ഇവരൊക്കെ വന്ന് മീറ്റിംഗ് നടത്തുന്നു. ആ നടത്തിയ സമയത്തും അതിനുശേഷം അവിടെ ഒരു CSI ചർച്ച ഉണ്ട് ചെറുത്. ഞങ്ങൾ ഈവനിങ് ഒരു മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഇങ്ങനെ രാജു ബ്രദർ അതിലെ കടന്നു പോകുന്നു. ആ കടന്നുപോയ രാജു ബ്രദർ, അപ്പം ഇത് മോൻ കുഞ്ഞാണ്, അപ്പം ബഹളം വെച്ചതുകൊണ്ട് എൻ്റെ വൈഫ് വെളിയിൽ നിന്നപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് TV അധികമുള്ള കാലമല്ല, വലിയ സ്പോർട്സൊക്കെ നടക്കുന്നതാണ്. അപ്പം റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് TV കാണാൻ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, ബ്രദർ വന്നാട്ടെ ഇരിക്കെ. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ വലിയൊരു ബന്ധത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ, ഒരു സഹോദരനെടുത്ത് മാതാവും പിതാവും, പുള്ളി കരുനാഗപ്പള്ളിക്കാരനാണ്, മാതാവ് സ്വാതന്ത്ര്യ ഭടനാണ്. ഇവരൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ മർത്തോമ ചർച്ചിൽ നിന്ന് വരുവാനിടയായി. കംപ്ലീറ്റ് ആളുകൾ അവരെയൊക്കെ അവരുടെ ചില സഹോദരങ്ങളെയൊക്കെ ദുബൈയിലൊക്കെ പോയി കാണുവാനും അവരോടൊക്കെ സഹകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോയി എനിക്കും ഇടയായിട്ടുണ്ട്. അപ്പം ദൈവം ആ കുടുംബത്തെ മുഴുവൻ മാറ്റിമറിക്കും. അങ്ങനെ പല കുടുംബങ്ങളുണ്ട്. അതല്ലാതെ മലയാളികളൊന്നും ഞങ്ങളുടെ സഭയിലില്ല. പിന്നെ 5 മുസ്ലിംസിനെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന് ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവരിന്നും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് വരും. പക്ഷേ വലിയ സഭകൾ ചെറിയ സഭകളെ വിഴുങ്ങുന്ന ഒരു കാര്യമുണ്ടല്ലോ. പക്ഷെ ഇന്നും മുസ്ലിമിൽ വന്നവർ ഞങ്ങളുടെ സഭയിലുണ്ട്. കോവിഡിന് ശേഷം ഇവിടെ ആളുകളൊക്കെ കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഇന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് കർത്താവിൻ്റെ ഒരു സഭയോ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് സർവ്വലൗകികമായ സഭയുടെ ഒരു ചെറിയ ഗ്രൂപ്പാണ്. ഇവിടുന്ന് ചിലർ ഞങ്ങൾ പ്രൈമറി ആയിരിക്കും, സെക്കൻഡറിയോ കോളേജോ ആണെങ്കിൽ പോയിക്കോട്ടെ, അതിനെപ്പറ്റി കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയും ഒരു ട്രാൻസ്മൈഗ്രേഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെയാണ് വലിയ വലിയ സഭകളൊക്കെ ഇവിടെ ഉടലെടുക്കുന്നത്. ഒരു പശ്ചാത്തലമുണ്ട്. ദൈവം നമുക്കുള്ള പ്രതിഫലം ദൈവം തരും എന്നുള്ളത് നല്ല ഉറപ്പുണ്ട്. ഒരിക്കലും ഒരു വ്യക്തികളോട് പോലും നിങ്ങളെ ഇന്ന സഭയിൽ പോയത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ വിശ്വാസത്തിൽ നിന്ന് എന്തെങ്കിലും വ്യതിച്ചുണ്ടെങ്കിൽ പോയി രാജ്യപ്പോയിലും അവരോട് സംസാരിക്കും. നിങ്ങൾ പോകുന്നിടത്ത് തന്നെ പോകണം. ഇപ്പോഴും ഒരു ഭവനം ഇവിടുന്ന് വിട്ടുപോയത് അവരെ ഈയിടയിലും ഒരു ഫീലർ അയച്ചു, ഞങ്ങളിവിടെ വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞയച്ചു. അവരായിരിക്കുന്ന സഭ ഇപ്പം വളരെ നല്ലൊരു സഭയാണ്, അവരവിടെ തന്നെ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യമായി പറയുന്നത്. അപ്പം ഞങ്ങളെ ഒരാളെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമല്ല ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ വേദനയോട് ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞതിനൊരു കാരണമുണ്ട്. 1999 ഒരു കാര്യം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഫാമിലി വർഷിപ്പ് മൂവ്മെന്റ്. അവരുടെ പെന്തക്കോസ്ത് സഭ തന്നെയാണ്. സഭയെന്ന് വേണമെങ്കിൽ പറയണ്ട. പക്ഷേ ഫാമിലി വർഷിപ്പ് എൻ്റെ ഹൃദയത്തിൽ വന്നു. ഇതിങ്ങനെയുള്ള എല്ലായിടത്തും പലപ്പോഴും ഈ ITI ന്യൂസ്, ഞാനത്
മോൻ എന്നോട് പറയും എന്തിനാ ഈ ജങ്ക് കാണരുതെന്ന് പറയും. ചില വലിയ ദൈവദാസന്മാരെയൊക്കെ ഇട്ട് കിളയ്ക്കുന്നത് കാണുമ്പോൾ വലിയ വേദന. അല്ല, അത് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ 2025 നമ്മൾ നിൽക്കുമ്പോൾ കേരളം, ബാംഗ്ലൂർ ഇതുപോലുള്ള പ്രദേശങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെ ഒരു വലിയ വളർച്ചയാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര പ്രകടനങ്ങളാണ്, ലൈറ്റ് അതുപോലുള്ള സംവിധാനങ്ങള്, ഏത് വേഷത്തിലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആരാധനയ്ക്ക് വരാം. ഇപ്പോഴത്തെ ആ ഒരു ഇത് മാറി. എന്നാൽ നമ്മൾ 25 വർഷം പുറകോട്ട് നോക്കുമ്പോൾ പെന്തക്കോസ് അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇവരെല്ലാം പറഞ്ഞ് ഞങ്ങൾ പെന്തക്കോസുകാരാണെന്നാണ് അവർ പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസിന്റെ ആദർശങ്ങൾക്ക് ഒരു 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 തടസ്സം, അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മൾ പറയുന്നത്, അതിന്റെ ഒരു ശോഷണം സംഭവിച്ചോ? ഈ ആളുകളെല്ലാം ഇപ്പൊ അച്ചായൻ പറഞ്ഞ പോലെ തന്നെ വലിയ മീനുകൾ ചെറിയ മീനുകൾ വിഴുങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലെ തന്നെ ആ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഈ നമ്മളിപ്പോൾ പറയല്ലേ ഈ നൈറ്റ് ക്ലബ്ബുകൾ, നൈറ്റ് ഡാൻസുകൾ ഇതുപോലുള്ള ഒരു 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 മേഖലയിലേക്ക് ഈ ന്യൂ ജനറേഷൻ ചർച്ച് പോലുള്ള ചർച്ചകളും ചെറുപ്പക്കാരും മാറിപ്പോയി. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ അച്ഛൻ പറയാനുള്ളത്? ഞാൻ അവരെ ഒന്നും എനിക്ക് വിരോധിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞു, 1 പറ 2, 3, 4 ആകുമ്പോഴത്തേന് ആദ്യകാലത്തുള്ളതായ അവരുടെ തീഷ്ണതയും അവരുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ അടുത്തടുത്ത തലമുറ വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ മോന് ഞങ്ങളൊക്കെ കണ്ടോ അല്ലെങ്കിൽ എന്തോ അവരെ അതിൽ നിൽക്കുന്നു. അടുത്ത തലമുറയും കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് തന്നെ ഇരിക്കും. എൻ്റെ മക്കൾ, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ശനിയാഴ്ചയാണ് എൻ്റെ കൊച്ചുമോനെ ലോസ് ആഞ്ചലസ് സ്നാനപ്പെട്ടു. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലൈവായിട്ടൊക്കെ കണ്ടു. അപ്പം നമുക്ക് പറയാൻ ഒക്കുകയില്ല. നമുക്ക് ആദർശങ്ങള്, നമ്മുടെ ആദർശത്തിൽ ചിലപ്പം പിഴവുണ്ടായിരുന്നേക്കാം, നമ്മുടെ കഠിനമായ ചില പിടുത്തത്തില് ഒക്കെ കുറ്റങ്ങൾ കണ്ടേക്കാം. എനിക്കും ഞാൻ അമേരിക്കയിലുള്ളതായ 2005 തൊട്ട് പലപ്പോഴും അമേരിക്കയിലൊക്കെ പോകാൻ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതിന് മുമ്പേ പോകാൻ തക്കവണ്ണൊക്കെയും വഴി ഒരുക്കിയിട്ടുണ്ട്, പോകാൻ ഇടയായിട്ടുണ്ട്. വലിയൊരു പ്രാസംഗികനായിട്ടല്ല, പക്ഷേ അനേക സഭകളില്, വലിയ സഭകളില് ഒക്കെ ആരാധിക്കുവാൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്ലാക്സിന്റെ ചില സഭകൾ വളരെ വലിയ സഭകളാണ്, ആയിരങ്ങളുണ്ട്. പക്ഷേ അവിടെ കാണുന്നത് വലിയ ആത്മീയ പ്രകടനവും തീഷ്ണതയും തന്നെയാണ് ഞാൻ കണ്ടത്. പോർട്ടേഴ്സ് ഹൗസ് പോലുള്ളത്, അത് അമേരിക്കയിലുള്ളത്, അതുപോലെ വേറെ ചില സഭകൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ബ്ലാക്സിന്റെ സഭകൾ, ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ടാണ്. ആയിരങ്ങളുണ്ട് അവിടെ, പക്ഷെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സഭകളായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പൊ യോഗിച്ചോയെ തന്നെ പേഴ്സണലായിട്ട് കാണുവാനൊക്കെ ഇടയായിട്ടുണ്ട്. മദ്രാസിലും ബാംഗ്ലൂരിലും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെയും അദ്ദേഹമൊക്കെ വലിയ പ്രാസംഗികർ. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഫോർത്ത് ഡയമെൻഷനൊക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. അവരൊക്കെ സാധാരണ നിലയിൽ നിന്നും ഒരു ഒരു എന്താ പറയുക, പിന്നെ ഒരു ബുദ്ധിസ്റ്റ് അനുഭവത്തിൽ ചെറുപ്രായത്തിൽ വന്നിട്ട് ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അവരുടെയൊക്കെ വലിയ സഭയാണ്. പക്ഷെ അവിടുത്തെയും കാര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയ സഭകളിൽ നിന്നും അവരുടെ കുറ്റമല്ലത്. ഇപ്പൊ ഞാനാരും കുറ്റം പറയില്ല, ഇവരാരും പിടിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചില വിശ്വാസികളാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. അതിനവര് അനുകൂലമാകുന്നു. ഇപ്പൊ ഇവിടെയുള്ള ഏജിയിലെ വലിയ പാസ്റ്റർമാരൊക്കെ നമുക്കറിയാം, സ്നേഹിതരുമാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇവിടെ ചില പാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള ചില പാസ്റ്റേഴ്സ്, എൻ്റെ സഭയിൽ നിന്നും പോയാൽ ഞാൻ അവിടെ ആരാധന നടക്കുമ്പോൾ, ഇത് പറയുമ്പോൾ വിഷമമുണ്ട്, ഇതോടെ കട്ട് ചെയ്ത് കുഴപ്പമില്ല, കോളറെ പിടിച്ചോണ്ട്, വലിയ സഭ നടത്തുന്നത് കോളറെ പിടിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തും. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്ന് എനിക്ക് സ്ഥലം പോരായിരുന്നു. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്ന ഒരൊറ്റ പാസ്റ്ററുടെ പോലും എൻ്റെ സഭയിൽ നിന്നും, എൻ്റെ എന്ന് പറയുന്നില്ല, കർത്താവിൻ്റെ സഭയിൽ നിന്നും ഇവിടുന്നും അനേകരെ കൃപ പ്രാപിച്ച് ഇരുന്നവര്, എന്തൊക്കെയോ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നും പണസംബന്ധമായ ഒന്നുമല്ല, എന്തോ ജനക്കൂട്ടത്തെ കണ്ടോ അല്ല എന്തോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയവരുണ്ട്. അവർക്ക് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പാസ്റ്റർ M.A. വർഗീസിന്റെ സഭയിൽ കഴിഞ്ഞ ഞായറാഴ്ച പോയി. ഞാൻ 2 വർഷിപ്പിൽ പങ്കെടുത്തു. മലയാളത്തിലും വർഷിപ്പിൽ പങ്കെടുത്തു, ഇംഗ്ലീഷിന്റെ വർഷിപ്പിൽ പങ്കെടുത്തു. ഞാൻ അവിടെ കണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആരാധനയ്ക്ക് എന്നിട്ട് പോകാം,
പോയി ചായ കുടിക്കാം, ബിരിയാണി കഴിക്കാം, റൊട്ടി കഴിക്കാം, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാം, അതുപോലെ മുന്തിരി ജ്യൂസ് കഴിക്കാം. അങ്ങനെ വലിയൊരു ഒരു ഒരു വ്യാപാര സ്ഥാപനമായിട്ട് അത് മാറി. കാരണം അണ്ടാ റോള് കഴിക്കാം, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാം, പിന്നെ ഏതൊക്കെ സൈസ് ഭക്ഷണം വേണോ അതെല്ലാം ആ ക്യാമ്പസിലുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അവിടെ പോയി ചുമ്മാ ഇരിക്കുക, കൈയിടിക്കുക, പാട്ട് പാടുകയൊന്നും വേണ്ട. ചുമ്മാ ഇരിക്കുക, കുറച്ചു നേരം കേൾക്കുക, എന്നിട്ട് ഇടയ്ക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി ഇടയ്ക്ക് പോയി ഇറങ്ങി പോവുക, ഒരു ചായ കുടിക്കുക, തിരിച്ചു വന്നിരിക്കുക, ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നുക, പോയി നാരങ്ങ വെള്ളം കുടിക്കുക, വന്നിരിക്കുക. അപ്പം ഈ ആരാധനയും ഈ പ്രാർത്ഥനയുടെ ഒരു ശൈലി പൊതുവെ മാറിപ്പോയി എന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എന്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്താണ്. ആരെ? സാറിന് എന്റെ മോനെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ അന്നും ഇന്നും മാനിക്കും. ഞങ്ങൾ അടുത്ത ഉള്ളവരാ, കല്ലൂപ്പാറക്കാരൻ. ഞങ്ങൾ ഇവിടെ അനിക്കാട്ട് വലിയ ദൂരമില്ല. ആ വീട്ടിൽ പോവുകയും അദ്ദേഹം വലിയ പ്രസിദ്ധനാകുന്നതിന് മുമ്പ് ആ വീട്ടിൽ പോവുകയും ഈ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ വരികയും അതുപോലെ ഞങ്ങൾ ഒരേ സഭയിൽ ആരാധിച്ചവരല്ലേ. എന്ന് ഷാരോൺ ഏജി ചർച്ച്. പുള്ളി ഒരു എയർഫോഴ്സിലെ ഒരു എന്താ പറയാ ഒരു ഹവിൽദാർ ആയിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് ആരാധിച്ചവരാണ്. ഞങ്ങൾക്ക് വേറെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നതായ സിഒ ജേക്കബ് എയർഫോഴ്സുകാരൻ, പിന്നെ വേറൊരു പാസ്റ്റർ ചെറിയാച്ചൻ, ഇവരൊക്കെ എയർഫോഴ്സുകാരൻ. ഒരു സത്യം പറയട്ടെ, ഞങ്ങൾ ഏജി ചർച്ചിൽ, ഈ ഷാരോൺ ഏജി ചർച്ച്, ഞാൻ ദൂരെ നിന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടെ വരണം. അന്ന് അധികം ബസ്സുകളില്ല, ഞങ്ങൾക്ക് വണ്ടികളൊന്നും ഇല്ലാത്ത കാലം. അപ്പൊ ഇവര് കുഞ്ഞുങ്ങളാണ്. ഞങ്ങളൊരു ബസ് കയറി ഈ ചിലപ്പോൾ കമ്പിയെ തൂങ്ങി പിടിച്ച് ഒരാള് ഇങ്ങനെ പിടിച്ച് എൻ്റെ വൈഫ് ഇവരെ പിടിച്ച് ഞങ്ങള് ഈ സഭയിൽ വരും ആരാധിക്കാൻ. ഇവിടെ ജലഹാലുള്ള എൻ്റെ വീടിന്റെ അടുത്തുള്ള ചർച്ച്. ആ ചർച്ചിനുള്ള ബന്ധത്തിലാണ് ഞാൻ അവിടെ വീട് പണിയാനും കാരണമായത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊക്കെ ആ സഭയിലുണ്ട്. അന്ന് എയർഫോഴ്സുകാരനെ ചെറിയാച്ചന്, എമവറീസ്, സിഒ ജേക്കബ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ വരികയും, പക്ഷേ ബുധനാഴ്ചത്തെ മീറ്റിംഗ് യാതൊരു കാരണത്ത് മാറ്റാതെ റെയിൽവേ ക്വാർട്ടേഴ്സ് അതൊരു വലിയൊരു ഉണർവിന്റെ സെന്ററായി തീർന്നു. എനിക്ക് പറയുന്നതിന് യാതൊരു സംശയമില്ല. അത് മുഖാന്തരം രക്ഷിക്കപ്പെട്ടവരെ, അത് മുഖാന്തരം മുമ്പോട്ട് വന്നവരെ, ഇന്ന് അങ്ങനെയുള്ള ചിലരെ കർത്താവിന്റെ സന്നിധിയിലാണ്. അവരുടെ മക്കളൊക്കെ വലിയ പ്രാസംഗികന്മാരായിട്ടും ഒക്കെ ഉണ്ട്. വലിയ കാര്യം രാജാജി നഗറിൽ നിന്നൊക്കെ വന്നവര്. അപ്പൊ വലിയൊരു ഉണർവായിരുന്നു ആ റെയിൽവേ കോട്ട. ഞാൻ പറഞ്ഞില്ല, പലരെ കൊണ്ട് ഇന്നിപ്പോ ഈ അച്ചാനിപ്പോ ഇത് യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞാലേ, എന്നെയും അച്ചാനെ അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് അവർ പറയും ഈ വല്യപ്പനൊന്നും ഒന്നും അറിയത്തില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർക്ക് ആ പഴഞ്ഞ രീതിയിലാണ് ജീവിക്കുന്നത്, പുതിയ തലമുറയിലേക്ക് വാ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഈ വിശ്വാസം എടുത്ത് തെറ്റാന്ന് പറയേണ്ടി വരില്ലേ എന്ന് ഞാൻ അവരോട് ചോദിക്കാനായിട്ട്. അപ്പൊ ഞാനിതൊരു വിമർശനമായിട്ട് പറഞ്ഞതല്ല. നമ്മുടെ ആരാധന ശൈലികളൊക്കെ മാറുകയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു. ഇതൊക്കെ അപ്പം ഈ അംബാനി അദാനിയൊക്കെ വലിയ കടകൾ തുടങ്ങുമ്പോൾ ചെറിയ വ്യാപാരങ്ങൾ നിന്നു പോകുന്ന പോലെ ചെറിയ ചെറിയ സഭകളൊക്കെ ക്ഷീണം സംഭവിക്കുന്നു. അതോടെ വയ്ക്കട്ടെ, അതൊക്കെ പിന്നീട് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പൊതുവെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു. ഇനി പൊതുവെ ഈ പുതുതായിട്ടുള്ള യങ്സ്റ്റേഴ്സിനോട്, സുശേഷന്മാരോടൊക്കെ എന്താ ഒരു ഉപദേശ രൂപത്തിൽ ഒരു സന്ദേശം പറയാനായിട്ട്? അല്ലെ, ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നും അവരെ സ്നേഹിക്കുന്നവരാണ്. ഇന്നും എൻ്റെ വലിയ സ്നേഹിതനാണ് അദ്ദേഹം. അതുകൊണ്ട് ആരെങ്കിലും അത് പറഞ്ഞാലൊന്നും ഞാനതൊരു വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം മെമറീസിനെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചതാണ്. തൻ്റെ മക്കളെയും, പിന്നെ അബ്രഹാം വറീസോ ജോൺസൺ വറീസിനെയും ഒക്കെ കർത്താവ് വിളിച്ചു വേർതിരിച്ചതാണ്. ആ കുടുംബത്തിൻ്റെ ഒരു നക്ഷത്രം തന്നെയാണ് അവരുടെ മാതാവ്, ചിന്നമ്മ സഹോദരി. ഞങ്ങളൊക്കെ ഒരുമിച്ചുകൂടെ ആരാധിക്കും. എനിക്ക് നല്ലപോലെ അറിയാം. അത് ഇവരുടെ ഒന്നും വലിയ മിടുക്കല്ല, പ്രാർത്ഥിക്കുന്നവരാരോ പുറകിലുണ്ടായിരുന്നു എന്നാ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അത് ഇവരുടെ ഒന്നും മിടുക്കല്ല, അവരെ ഒട്ടും കുറച്ച് പറയുന്നുമില്ല. പക്ഷേ ആ സഹോദരി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ ഉണ്ടെങ്കിൽ, കണ്ണുനീർ ഒഴുക്കുന്നവരുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും അവരുടെ തലമുറ കർത്താവിന് വേല ചെയ്യും. അത് ഈ ഒരു ന്യൂ ജനറേഷൻ നമ്മൾ പറഞ്ഞാലും അനേക ഇടങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞതുപോലെ ന്യൂ ജനറേഷൻ പോലെ തോന്നും. ചില ബ്ലാക്സിന്റെ ചർച്ചൊക്കെ നോക്കിയാൽ അവരൊക്കെ വലിയ സുപ്രസിദ്ധരായിരുന്നു. അപ്പൊ ഇതിനെയും കുറച്ച് കാണുവാൻ സാധ്യമല്ല.
നമുക്കൊക്കെ നമ്മളെ പഴയ കാര്യമൊക്കെ നമ്മുടെ ട്രഡീഷണൽ കാര്യമൊക്കെ മുമ്പ് ഞാൻ ഇപ്പം വിവരിച്ചല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്കൊരു പക്ഷേ ഇപ്പം ഈ വീഡിയോ അത് കേട്ടാൽ അവർ ചിലപ്പോൾ ഓഫ് ചെയ്തേ ഉള്ളൂ. കാരണം അതിൻ്റെ പുറകിൽ അതിന് വില കൊടുത്തവരെന്ന് പറഞ്ഞാണ് ഒരു സഹോദരനെ നടത്തുന്നില്ല പാസ്റ്ററെ, വില കൊടുത്തവർ. അതിൽ ഞാൻ പ്രിയപ്പെട്ടവരായിട്ടുള്ളതായ ചിലർ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ ജോർജ് ചൗണിക്കാണല്ലോ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ശാലിനി പള്ളിൽ, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് അവരൊക്കെ. ശാലിനി പള്ളിയിൽ ജോർജ് പള്ളിൻ്റെ വൈഫ് അമേരിക്കയിലുള്ള പള്ളി ഹിന്ദു മാർക്കറ്റിൽ നിന്ന് വന്ന ആളാണ്. അവരൊക്കെയും അവരുടെ ഇതിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ ദൈവം കൊണ്ടുവന്ന് മുമ്പോട്ട് കൊണ്ടുവന്നവരാണ്. പക്ഷെ അടുത്ത തലമുറകൾ വരുമ്പോൾ അതിനൊരു വ്യത്യാസങ്ങൾ വന്നേക്കാം. നമ്മൾ അതനുസരിച്ച് അവരെ സഹകരിപ്പിച്ച് അവരെ സ്നേഹിച്ച് കൊണ്ടുപോകണം. കാരണം നമ്മളെപ്പോലുള്ളവരെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതങ്ങ് മാഞ്ഞു പോകുമല്ലോ. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പം നമ്മളെപ്പോലുള്ള അവരെന്താ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞ സഹോദരനോ പിന്നെ എന്തെല്ലാം ക്രിറ്റിസിസം ഒക്കെ പറയാനുണ്ടെങ്കിലും എല്ലാവരെ കുറിച്ചും ക്രിറ്റിസിസം ഉണ്ട്. എല്ലാവരെ കുറിച്ചും പറയും. മോശയെ കുറിച്ചും പറഞ്ഞു. അപ്പം അവിടെ പറഞ്ഞത് മോശയെ കഴിയുമ്പോൾ ദൈവം തന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം മോശയുടെ കുറ്റമാണ് മോശ എനിക്കുള്ളവനാണെന്ന്. അപ്പം ഗബ്രിയേൽ മിഖായേൽ പറഞ്ഞു നിന്നെ ദൈവം ഭത്സിക്കുന്നു. അപ്പം മോശയ്ക്ക് പോലും പിശാച് പിടിച്ചുകൊണ്ട് തക്കവണ്ണം ചാൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ മാത്രം നമ്മളൊന്നുമില്ല എന്നാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെ ആളുകളെ കൊണ്ടിരുന്നതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. എല്ലാ സഭകളെയും സ്നേഹിക്കുന്നു. എന്നെക്കായി കവിഞ്ഞ് എൻ്റെ മകനും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ കാര്യങ്ങളിലോ വലിയ ഇതൊന്നുമല്ല, കർത്താവ് തന്ന അത് എൻ്റെ ഒരു ദർശനത്തിലാണോ പുള്ളി ന്യൂ ജനറേഷൻ പോലെ പോയില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ പോകരുതെന്ന് പറയില്ല. അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, വാസ്തവത്തിൽ രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ. ഇത് ഒരു IPC AG അല്ല, എല്ലാവരോടും ബന്ധമുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ വേദനകൾ കണ്ടിട്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കണ്ടിട്ട് ആരംഭിച്ചത് ഒരു ഓർഗനൈസേഷനാണ് ഫാമിലി വർഷിപ്പ് മൂവ്മെന്റ്. അത് എത്രത്തോളം ബിബ്ലിക്കലാണെന്ന് എനിക്കറിയത്തില്ല. ആദ്യകാലങ്ങളിൽ എവിടെ ഒരു ഇന്ന് എല്ലാവരും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കന്നഡ പാസ്റ്ററുമായിട്ട് ഏതോ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം പറയണ പക്ഷേ ദൈവം, ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്, അപ്പം നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ്. അയ്യോ പക്ഷേ നമുക്ക് അതിവേഗം നമുക്ക് ദൈവം ഹോളൊക്കെ തരും, നമുക്ക് തരും, ഇതൊക്കെ തരും. ഞാൻ പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റുകയില്ല. നമുക്ക് പലരും പോയിട്ടുണ്ട്. പക്ഷെ അതുപോലെ സഭയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ നിന്ന് എന്തുകൊണ്ട് ചിലർ മുമ്പോട്ട് വന്നില്ല? അവരുടെ മുമ്പിൽ എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? നല്ല കന്നഡ പ്രാസംഗികനാണ്, ഇതുവരെയായിട്ടും ആരും വന്നില്ലല്ലോ. എന്താ കാരണം? അതുപോലെ ഒരു പക്ഷേ എൻ്റെ കുടുംബം, എൻ്റെ മാതാവ് പിതാവ് വന്നില്ല, എൻ്റെ സഹോദരിമാർ വന്നില്ല, നമ്മുടെ കുറ്റമുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വന്നവർ ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയുമ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഹോൾ എന്നുള്ളത് എൻ്റെ ഒരു പ്രസ്ഥാനമല്ല. ആദ്യമ നൂറ്റാണ്ടിൽ അവിടെ ഒരു ഹോളുമില്ലായിരുന്നു, ഹോളിന് വേണ്ടി ആരും ബന്ധപ്പെട്ടതുമില്ല. ആദിമ നൂറ്റാണ്ടിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് ന്യൂ ജനറേഷൻ ആണെങ്കിലും കൊള്ളാം, അല്ലാത്തവരാണെങ്കിലും കൊള്ളാം. ഇത് പിടിവാശിയോടെ സ്ഥലങ്ങളെടുത്തു ഹോളുകൾ ഉണ്ടാക്കി ഇങ്ങനൊന്ന് ആരാധിക്കുന്നതിൽ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒരു താല്പര്യമില്ല. ഇനി എൻ്റെ കുഞ്ഞുങ്ങളോ അവരുടെ എനിക്കറിയത്തില്ല. എനിക്ക് ഒരു ഹോൾ ഉണ്ടാക്കി ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ നീ വേലങ്ക തന്നെ എൻ്റെ ഞങ്ങളുടെ അസിസ്റ്റൻ്റ് ആയിരുന്നവർ ഇന്ന് 2 സഭ ഇവിടെ തന്നെ നടത്തുന്നുണ്ട്. അവർക്ക് ഹോളുണ്ട്, എല്ലാം ഉണ്ട്. തെറ്റാ പറയുന്നെങ്കിലും ഒരാൾ നമ്മൾ കൊടുത്ത ഒരു സ്ഥലത്താണ്. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഈ എലഹങ്കയിൽ അടുത്ത് തന്നെ ഇന്ന് കോടികൾ വിലമതിക്കും ഇതൊക്കെ. അന്നൊന്നും ഇവിടെ കാടായിരുന്നു, ഇതൊക്കെ കാട്ടുപ്രദേശമായിരുന്നു ഈ ന്യൂ ടൗൺ. അന്ന് ഒരു പാസ്റ്റർ ഇവിടെ ഉള്ളത് പണ്ട് ശബരിമലയ്ക്ക് പോയ ആളാണ്. എന്തൊക്കെ അനുഭവത്തെങ്ങാണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ആള് പിന്നെ ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്ന് അപ്പോൾ ഞങ്ങളന്ന് AG ആരാധിക്കുന്ന സമയം പാസ്റ്റർ ഡാനിയൽ ഒക്കെയുള്ള കാലമാണ്. അപ്പം അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല ഡിഗ്രിക്കാരിയൊക്കെയാണ്.
ഈ ആളാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പൊ കണ്ട് പിടിച്ച് ആ പാസ്റ്റർ അതിനുശേഷം നമ്മളൊക്കെ ചെയ്ത് അവരെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, എനിക്ക് വേണമെങ്കിൽ അത് ഇവിടെ വെച്ചോണ്ടിരിക്കായിരുന്നു. ഇന്ന് കോടികൾ കിട്ടും, അതിന് 1-2 കോടി കിട്ടും. അന്ന് അതിന് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം, ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഈ ദേഹത്തോട് പറഞ്ഞു, സഹോദര നിങ്ങൾ അന്ന് അങ്ങോട്ട് പോകും. അന്ന് ഇവിടുന്ന് രാവിലെ ഒരു ബസ് എലഹങ്കായ്ക്ക്, ഉച്ചയ്ക്ക് ഒരു ബസ് വൈകിട്ട്. ഇന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഞങ്ങളുടെ അങ്ങോട്ട് പോകാനായിട്ട് 401 എത്ര ബസ് വേണേലുണ്ട്. അപ്പം അങ്ങനെയുള്ള കാലം. ഇതൊന്നും ഡെവലപ്പായിട്ടില്ല. ഇതൊരു വലിയ മാന്തോപ്പായിരുന്നു, അവിടെ കാടായിരുന്നു. അപ്പം അത് വേറൊരു സഹോദരൻ്റെ സ്ഥലമായിരുന്നു. അദ്ദേഹത്തോട് തുച്ഛമായ വിലയ്ക്ക് എടുത്തിട്ട് ഞാൻ അത് ഈ അദ്ദേഹം ഈ ചെറിയൊരു എമൗണ്ടൊക്കെ തന്നു എന്നുള്ളതാണ്. ബാക്കി കൊടുക്കുക വലിയ എമൗണ്ട് അല്ല. ഇന്ന് നല്ല വലിയ ഹോള് കെട്ടി ക്യാമറ ഒക്കെ വെച്ച് വലിയ സഭ ഇവിടെ അടുത്ത് തന്നെ നടത്തുന്നു. ഞങ്ങൾ ഇന്നും സഹകരിച്ചു പോകുന്നു. പക്ഷേ പിന്നെ അതുപോലെ എൻ്റെ രാജാ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ബീലൻ ടാക്സ് ജോലിയായിരുന്നു. അദ്ദേഹം വളരെ സഹകരിച്ചിരുന്നു. ഇന്ന് തൻ്റെ മക്കള് മരിച്ചുപോയി. അദ്ദേഹം ഇന്ന് നല്ല സഭ നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇവിടെ സംഭവിച്ചത് ഈ പാസ്റ്റർമാർക്കൊക്കെ ഇത് 10 ഞങ്ങൾ 300 പാസ്റ്റേഴ്സ് ഇവിടെ കൂടി വരുമായിരുന്നു. കന്നഡ, തെലുങ്ക്, തമിഴ് കൂടി ഞങ്ങൾ മന്ത്ലിയോ 3 months കൂടുമ്പോൾ ഞങ്ങൾക്ക് മീറ്റിങ്ങുകളുണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ ഗ്രൂപ്പിനെ കണ്ടുകൊണ്ട്, വീണ്ടും തെറ്റായിരിക്കാൻ ഞാൻ പറയുന്നത്, പക്ഷെ ഇതാണ് സത്യം. ചിലര് നിങ്ങൾക്ക് സ്ഥലം തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അവരുടെ ആളുകളാക്കി മാറ്റി. അപ്പോഴത്തേന് ഞങ്ങൾ ആ KCM ഡൗൺ ആയി. കർണാടക ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഡൗൺ ആകാനൊരു കാരണം, വലിയ മെയിൻ ലൈൻ ചർച്ചസിലെ ആളുകൾ ഇവരെയൊക്കെ കണ്ടിട്ട്, കാരണം വേറെ ഒന്നുമല്ല, ഇത്ര സഭ വന്നു. അല്ലെ ഞങ്ങളായിരുന്നു 300 സഭകൾ, ഇപ്പൊ 3000 സഭയുണ്ടെന്ന് പറയാൻ. അവരൊക്കെ നമ്മൾ നല്ലപോലെ അറിയുന്ന സ്നേഹിതരുവാ. ഇതിൽ കൂടെ ഞാൻ പറയാൻ പാടില്ല, എങ്കിലും അറിഞ്ഞാലും കുഴപ്പമില്ല. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു പറഞ്ഞത് വന്നിട്ട് പാവങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി അവരുടേതായ സകല മൂല്യങ്ങളും നഷ്ടപ്പെടുത്തി. പക്ഷെ അനേകരെ ഇവര് പറ്റീരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മടങ്ങി വന്ന് ഇപ്പൊ അവരുടെ ചെറിയ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നൂറ്റുകണക്കിന് സഭകളുണ്ട് ഇവിടെ. പണ്ടിവിടെ ഒരു സഭയെന്ന് പറഞ്ഞാല് IPCയുടെ ഒരേ ഒരു സഭയുള്ളായിരുന്നു. എന്റെ വൈഫൊക്കെ അവിടെ പോകുമായിരുന്നു. AGക്ക് ചില സഭകളെ ഉള്ളായിരുന്നു. മറ്റേ ചർച്ചക്കൂടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇവിടെ. ഇന്ന് ആയിരക്കണക്കിന് സഭകള് ബാംഗ്ലൂരിലുണ്ട്, കർണാടക മുഴുവനായിട്ടുണ്ട്. കർത്താവ് സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വളർത്തുന്നത് എനിക്ക് പിന്നെ ന്യൂ ജനറേഷൻ ആണേലും കൊള്ളാം, അല്ലാത്തവരാണേലും കൊള്ളാം, വലിയ പാസ്റ്റേഴ്സ് ആണേലും കൊള്ളാം, ചെറിയ പാസ്റ്റേഴ്സ് ആണെങ്കിലും കൊള്ളാം, കർത്താവിനേക്കാൾ ഞങ്ങളാണ് ഏതോ ആണ് എന്നുള്ളതിലാണ് ഇന്നത്തെ പോക്ക്. കർത്താവിന് ഇവിടെ വലിയ വാല്യൂ ഒന്നും ഇല്ല. അത് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്. അതാണ് വാസ്തവം. ത്യാഗസമ്പന്നരായ ഇന്നത്തെ വലിയ പാസ്റ്റർമാരും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടൊരു മനസ്സിലാക്കിയില്ല, ഈ ചെറിയ സഭയിൽ നിന്നൊക്കെ ഉള്ളവരെയാണ് ഞങ്ങളിങ്ങനെ സ്വീകരിച്ച് വണ്ടികളൊക്കെ വിട്ട് അയച്ച് ഇങ്ങനെ ഞങ്ങൾ ചേർക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്? സ്വർഗത്തിലെ പേരെഴുതപ്പെടുവാനാണ് സഭയുടെ രജിസ്റ്റർ വലുതാക്കുവാൻ. ഇത് അവിടെ അതിന് പ്രതിഫലം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാനതിനെ ജഡ്ജ് ചെയ്യാൻ ആളുമല്ല. എനിക്കതുകൊണ്ട് പോയവർ ഒരൊറ്റ വ്യക്തികളോട് പോലും ഇന്ന് വരെ നിങ്ങൾ എന്തിനു കാണും സഹോദര ഇല്ല. ഈ അടുത്ത കാലത്ത് ഈ ഹോള് തന്നെ എടുത്തു തരാൻ, ഇന്ന് ഹോളൊന്നുമല്ല, ഇവിടെ വെറുതെ ഒന്നുമില്ലായിരുന്നു. ഈ ഒരു തൂണ് മാത്രം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സഹോദരൻ ഇവിടെ വന്നതിന് ശേഷം അനേകരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മളൊക്കെ വന്നപ്പോൾ ഒരു ട്രങ്ക് പിടിച്ചല്ലേ ഇവിടെ വന്നത്. അത് എത്ര വലിയ ഇവിടുത്തെ പാസ്റ്റേഴ്സ് ആണെങ്കിലും അത് തന്നെ എനിക്കറിയാം. കാരണം ഇത്ര കാലത്തെ എനിക്കറിയാമല്ലോ ഇവര് എങ്ങനെയാ വന്നത്. അവർ മറന്നുപോയി, അവരുടെ കുഞ്ഞുങ്ങൾ മറന്നുപോയി. എൻ്റെ പിതാവ് എങ്ങനെയായിരുന്നു, എൻ്റെ മാതാവ് എന്തായിരുന്നു എന്നുള്ള മറന്നതാണ് ഈ കുഴപ്പം. നമ്മൾ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളില്ലെന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സഹോദരൻ തമിഴ്നാട്ടിൽ വന്ന റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു ഇവിടെ വന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് പറയാൻ പാടില്ലായിരിക്കാം. പക്ഷെ ഇതൊക്കെയാണ് വാസ്തവം. ഇത് തന്നെ കാണിച്ചത്. അതിനുവേണ്ടി സഹകരിച്ച്
എൻ്റെ മാതാവിൻ്റെ മരണത്തിനാണെങ്കിലും എൻ്റെ വൈഫ് മരണത്തിനാണെങ്കിലും നാട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ന് അങ്ങനെയുള്ള വ്യക്തിയെ ഈ സഭയിലിരുത്തി ദൈവം നല്ല അനുഭവങ്ങൾ കൊടുത്ത് വലിയ നിലയിൽ ആക്കി. ഇന്ന് ബസ്സുണ്ട്, കാറുകളുണ്ട്, ഉണ്ട്, ബിൽഡിങ്ങുകൾ കെട്ടുന്നു, നാട്ടിലെ കെട്ടുന്നു. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. വേറെങ്ങും പോയിട്ട് ഇവിടെ ആയിരുന്നു. വേറൊരു പെന്തക്കോസ് അല്ലാത്ത സഭയെ കുറച്ച് ആരാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വരുന്നുണ്ട്. ഇന്ന് വലിയ ഒരു സഭയിലേക്ക് അങ്ങ് ചേക്കേറി. ഇതെങ്ങനെ കയറി? നമ്മളെ പോയി അപ്പം കണ്ടപ്പം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചെന്നു. വളരെ നല്ല പരിശുദ്ധാത്മാവ് സംസാരിച്ചെങ്കിൽ വളരെ സന്തോഷം. നമുക്കൊന്നും ചെയ്യാൻ വേണ്ട. കാലങ്ങൾ തെളിയിക്കേണ്ട പരിശുദ്ധാത്മാവായിരുന്നോ മനുഷ്യരാണ്. ഇത്രയേ ഉള്ളൂ ഭാഷ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുള്ള ബന്ധത്തിൽ. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു നല്ല കുടുംബ ജീവിതം കർത്താവ് തന്നു. ഇനിയിപ്പോൾ അധികം സമയം എടുക്കണ്ടല്ലോ. ആ കുടുംബ ജീവിതത്തിൽ വാസ്തവത്തിൽ ഞാനും എൻ്റെ ഭാര്യയും എന്നേക്കാൾ അധികം തീക്ഷ്ണതയോടെ സുവിശേഷത്തിന് വേണ്ടി നിന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. നല്ല ജോലി ചെയ്തു, എന്നേക്കായി ശമ്പളമുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഭാഷ എന്നേക്കായി ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും രാപകലില്ലാതെ എല്ലാ കാര്യം എല്ലാവരെയും സ്നേഹിച്ച് അധ്വാനിച്ച് എല്ലാവരെയും സ്നേഹിച്ച് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും ഞാൻ മുമ്പേ പറഞ്ഞൊരു സഹോദരി, ഈ സഹോദരിമാരാണ്. ഞാൻ ഒരു വലിയ ഭാഷയുടെ ഭാര്യയെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ആണ്. അത് ഞാൻ എപ്പോഴും കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു. സ്ത്രീകളാണ് ഉണർവ്. യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചവർ എല്ലാ കാര്യങ്ങളും സഹകരിച്ചത് സ്ത്രീകളാണ്. പൗലോസിൻ്റെ കൂടെ സഞ്ചരിച്ചതും പൗലോസിൻ്റെ എല്ലാ കാര്യങ്ങളും സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു സഭയിലെ സ്ത്രീകൾ ആണ് നമ്മുടേത്. അത് നമ്മുടെ ഇപ്പം മുമ്പേ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് പാസ്റ്ററുടെ വൈഫ് ചാനലിൽ ഇരിക്കുന്ന വലിയ സന്തോഷം. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ച് ജോലി നിങ്ങൾ ചെയ്യുക, വലിയ കാര്യമാണ്. ഐ സല്യൂട്ട് ഹെയർ ഓൾസോ. ഓക്കെ. അപ്പം എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളത്, എൻ്റെ പിതാവിൻ്റെ ബ്രദേഴ്സൊക്കെ 7 പേരും 2 ആയിരുന്നു. അതിൽ മൂന്നാമത്തെ ആളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ജോർജ് ഓണിക്കോൺ എഴുതിയിട്ടുണ്ട്, എൻ്റെ പിതാവ്. 4ാമത്തെ ആണ് എൻ്റെ പിതാവ്. അപ്പോൾ അത്രയും പേരുണ്ടായിരുന്നത് ഒരു CSIയുടെ ബന്ധമൊക്കെ ആയിരുന്നുവെങ്കിലും അവർക്ക് വേണ്ടി അധ്വാനിച്ച് കൊടുത്ത് അവരൊക്കെ അനുഗ്രഹിച്ച് വിട്ടതായ പിതാക്കന്മാരാണ്. അതുകൊണ്ട് അവരൊന്നും വലിയ പ്രസിദ്ധരല്ല എങ്കിലും ഇന്ന് ഈ തലമുറയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വളരെ, ഞങ്ങളൊന്നും പെന്തക്കോസ്തിൻ്റെ ആരംഭത്തിലെ ചിലർ, പാസ്റ്റർ CC ജോർജ് പോലെ ഞാനോ ഞങ്ങളുടെ വലിയ കുടുംബത്തിൽ, ചൂണ്ടിക്കാണി കുടുംബം, മോഡേൽ കുടുംബം, കിഴക്കേ കുടുംബം എന്നെല്ലാം പറഞ്ഞ് ഒരുമിച്ചുള്ള കുടുംബമാണ്. ഇതിൽ പെന്തക്കോസ്തിലേക്ക് വന്നത് ഞങ്ങളൊക്കെയാണ്. ആദ്യകാലങ്ങളിൽ വന്നു. ഇന്ന് ഈ പെന്തക്കോസ്ത് വന്നതിൻ്റെ പേരിൽ നമ്മൾ വളരെയധികം നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഒരൊറ്റ വ്യക്തികളെപ്പോലും, ഒരൊറ്റ ഒരു ആളുകളെപ്പോലും ദൈവം അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആണെങ്കിലും മറ്റാണെങ്കിലും കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എൻ്റെ ചിന്താഗതി. അങ്ങനെയാണ്. കാരണം ന്യൂ ജനറേഷൻ അവരെ ഇസ്രായേൽ ജനത്തെ എങ്ങനെ പാഠം പഠിപ്പിച്ചുവോ, അവരെ ചില കാര്യങ്ങളിൽ കൂടെ കടത്തിവിട്ട് പാഠം പഠിപ്പിച്ചുപോലെ അടുത്ത കാലങ്ങളൊന്നുണ്ടാകും നമ്മളതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടത് എൻ്റെ. അവിടെ ഞാൻ കാരണം പല രാജ്യങ്ങളിൽ പോയി ഈ ന്യൂ ജനറേഷനെയും കണ്ടിട്ടുണ്ട്, ഓൾഡുകാരെയും കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കത് ഞാൻ വെറും ഓൾഡിനെന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും വിചാരിക്കും ഞാനും ചിലപ്പോൾ അവരോട് കൂടെയാണോ. അപ്പം ഇവരൊന്നും അത് സമ്മതിക്കുകയില്ല. അതെ. പക്ഷേ എൻ്റെ ഹൃദയം അവരോടൊക്കെ കൂടെ തന്നെയാണ്. പക്ഷേ അവരുടെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, അവരങ്ങനെ ആയെങ്കിൽ അത് ദൈവം അവരെ കൊണ്ടുവരും തിരിച്ച്. എൻ്റെ ഒരു ചിന്താഗതി, ഇന്ത്യയെ ദൈവം തൊടും, നോർത്ത് ഇന്ത്യയെ ദൈവം തൊടും, വലിയൊരു ഉണർവ് ഈ ദേശത്തുണ്ടാകും എന്നുള്ളതാണ്. അത് ചിലപ്പം വലിയ സഭകളിൽ കൂടെ ആയിരിക്കുകയില്ല, ചെറിയ ചെറിയ സഭകളിൽ കൂടെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥിതിയാണെങ്കിൽ നമ്മുടെ ഒരു കാലം വരുന്നു, നമ്മളെ വീടുകളിലിരുന്ന് ആരാധിക്കേണ്ടതായ ഒരു കാലം വരും. അതുകൊണ്ട് നമുക്ക് വലിയ പണമെല്ലാം ചേർത്ത് ഞാനിങ്ങനെ വലിയ ബിൽഡിങ് കെട്ടി എൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലെ ഹെലികോപ്റ്റർ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അത് ദൈവീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള സഭകളാണ്, അങ്ങനത്തെ കണ്ടിട്ടുണ്ട്.
ഈവൻ റിക്വാറിന്റെ ചർച്ചിലും പോകാൻ കർത്താവ് എനിക്കുള്ളത് തോന്നുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സഭയാണ്. ചുറ്റുപാട് എത്രയോ ടെന്റ് കെട്ടിയാണ് ആരാധന. പിന്നെ ഇതിൽ കൂടാണ് അവിടെ തന്നെ 1000 കാറുകളെ കുന്ന് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത്. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, റിക്വാറിന്റെ പുസ്തകങ്ങളൊക്കെ ഇവിടെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാസ്റ്ററാണ്. പക്ഷേ സഭയിൽ ആരാധനയ്ക്ക് പോയപ്പോൾ, വലിയ സഭയിലെ ആരാധനയ്ക്ക് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ശനിയാഴ്ചത്തെ പ്രസംഗം, ഉച്ചക്കത്തെ പ്രസംഗം, വൈകിട്ടത്തെ പ്രസംഗം, പിറ്റേ ദിവസത്തെ പ്രസംഗം എല്ലാം ഒന്ന് തന്നെ നമുക്ക് CD അന്നേരം തന്നെ കിട്ടും. തലേ ദിവസത്തെ അത് തന്നെയാണ് അന്നേരം ഉള്ളത്. ആയിരക്കണക്കിന് ആളുകളുണ്ട്. സത്യം ഞാൻ പറയട്ടെ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പ്രസിഡന്റിനെയോ ഒക്കെ വാഴിക്കുന്ന അദ്ദേഹം. ഇപ്പം ബില്ലി ഗ്രഹാം പോയി കഴിഞ്ഞിട്ട്, ബില്ലി ഗ്രഹാമൊക്കെ ആരായിരുന്നു? വലിയ ഇത്. ഞാൻ അദ്ദേഹത്തെയും ചെറുപ്രായത്തിൽ എൻ്റെ ഫാദറിനെ അദ്ദേഹം ബഹുമാനി. കോട്ടയത്ത് അദ്ദേഹം വന്നപ്പോൾ എനിക്ക് ചെറിയ വയസ്സാണ്. അന്ന് കാനമച്ചൻ അന്ന് വലിയ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പിതാവ് വലിയ വിശ്വാസിയൊന്നുമല്ല. പുള്ളി റബ്ബർ വ്യാപാരിയും പുള്ളി കോൺട്രാക്ടറും ഒക്കെ. ആ സെമിനാരിയിൽ കൊണ്ട് എന്നെ ആക്കി. പിന്നീട് ദുഃഖിച്ചാണ് പെന്തക്കോസ് ആയാലും ഒന്ന്. അന്ന് അച്ഛനൊന്നും വിശ്വാസമൊന്നുമില്ല. അച്ഛൻ എന്നെ അവിടെ താമസിപ്പിച്ചു. ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് വലിയ ജനക്കൂട്ടമാണ്. ഞാനും അന്ന് അച്ഛനല്ല, അച്ഛമാച്ചൻ പഠിക്കുകയല്ലേ. ഞങ്ങൾ ആ കുന്നും പുറത്ത് ദൂരെ ഇരുന്നുകൊണ്ട് ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ നടത്തുന്ന വഴികളുണ്ട്. അതുകൊണ്ട് ഓൾഡ് ജനറേഷനും ഒന്ന് മാനസാന്തരപ്പെടട്ടെ. ഓൾഡ് ജനറേഷൻ ആളുകൾ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമുണ്ടെന്ന് ന്യൂ ജനറേഷനൊക്കെ അധികമായിട്ട്. കാരണം ന്യൂ ജനറേഷൻ നിഷ്കളങ്കരം. അവരും നമ്മുടേതായ പല വക്രബുദ്ധികളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ഇടയിലുള്ളതായ ബുദ്ധികളൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുക. അപ്പം നമ്മളതൊന്നും ഇല്ലാതെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് എനിക്ക് ഉള്ളത് ദൈവം തന്നതിൽ തൃപ്തിപ്പെട്ട് ആരാധിച്ചു പോകുക എന്നുള്ളതാണ് അവരോട് എനിക്ക് ന്യൂ ജനറേഷനേക്കായി ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇവരൊക്കെ കണ്ടുകൊണ്ടായിരിക്കുന്നത് വലിയ ജനത്തെ കൂട്ടുന്നു, വലിയ ഇതൊക്കെ നടക്കുന്നു. കുടുംബങ്ങളിലൊന്നും അതൊന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ പാസ്റ്റർമാരുടെ, ഞാൻ പറഞ്ഞവരൊന്നുമല്ല കേട്ടോ, ഇവരൊക്കെ ഞാൻ വളരെ ബഹുമാനിക്കുന്നവരാ. വലിയ പാസ്റ്റേഴ്സിന്റെ കുടുംബങ്ങളിൽ അവർ കണ്ണുനീര് ഒഴുക്കുന്നവരാണ്. പക്ഷേ കുടുംബം ചെതറിപ്പോയവരുണ്ട്, പക്ഷെ മടങ്ങി വന്നവരുണ്ട്. ഈ വലിയ സഭകൾ ഇതൊക്കെ ചരിത്ര സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ദൈവം ക്ഷമിക്കുന്നവനാണ്. എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുന്നവനാണ്, ക്ഷമിക്കുക തന്നെ ചെയ്യും. പക്ഷെ ന്യൂ ജനറേഷൻ ഇങ്ങനെ ആകുന്നതിന്റെ കാരണം അവരല്ല. ഏതാണ് എനിക്ക് പറയാനുള്ളത്? അത് ഓൾഡ് ജനറേഷനാണ് അവരുടെ കാരണം. അവരെ നയിക്കേണ്ട വിധത്തിൽ നയിച്ച നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നവർ കാണിച്ചു കൊടുക്കുക. ഈ വലിയ ആർഭാടമൊക്കെ കാണിക്കാൻ പോകുന്നതുകൊണ്ട്, ജനങ്ങളെ കൂട്ടാൻ പോകുന്നതുകൊണ്ട് ഇവർ പൊള്ളത്തരം കാണുന്നുണ്ട്. ന്യൂ ജനറേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ എടുത്ത് പറയേണ്ടി വന്നത്. കാരണം അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ആരാധിക്കേണ്ടേ അവരെ ആരാധിക്കണം. ഇനി എങ്ങോട്ട് പോകണമെങ്കിൽ എൻ്റെ അപ്പനൊക്കെ ഒരു പക്ഷേ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൊച്ചുമോനോട് പറയും, മോനെ, റൂഫസ് എന്നവൻ്റെ പേര്, പറയും, മോനെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആരാധിക്കില്ല, നിങ്ങളും അങ്ങനെയൊക്കെ ആരാധിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വലിയ ആർഭാടങ്ങളൊന്നും അല്ല വലുത്, ദൈവത്തെ അറിയുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ഫാമിലി വർഷിപ്പ് പലരും അതിനെ പ്രശംസിക്കും. ഞാൻ പറഞ്ഞ 1-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങിപ്പോകുക അനുഭവത്തിലേക്ക്. അന്നൊന്നും പള്ളിയും ഒന്നും ഇല്ലായിരുന്നു. ഇന്നാണ് ഇതിനു വേണ്ടി ബിൽഡിംഗ് കെട്ടി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സാധാരണക്കാരനായിരുന്ന മനുഷ്യരൊക്കെ അവരുടെ ആഗ്രഹം ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങണമെന്ന്. അപ്പം പിന്നെ കർത്താവ് എങ്ങനെ വരുന്നത്? ഈ ഹെലികോപ്റ്റർ ആരാധിക്കാൻ ഇറങ്ങുമ്പോൾ കർത്താവ് ഒരുവനെ വന്നവന് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനോട് മധ്യാകാശത്തിൽ നാം അവരോടുകൂടെ എന്ന് ഉള്ള കാര്യം നടക്കണമെങ്കിൽ നീ ഇവിടെ കെട്ടിപ്പിടിച്ച് എല്ലാവരെയും ചേർത്ത് എല്ലാവരെയും ഇതാക്കി സഭകളിൽ നിന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോയി ഒരിക്കൽ പോലും, എന്ന് ഞാൻ വേണേൽ കാണിച്ചു തരാം, ഒരിക്കൽ പോലും ഇടന്നു വിട്ടുപോയ ചില മുസ്ലിംസാണ്. കാരണം അവർക്കത് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ചയും ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ സ്നാനപ്പെടുത്തതും ഒക്കെ ഫാമിലി ഇവിടെ വന്നിരുന്നു ചില കാര്യങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് അവർക്ക് ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്, ഇവിടെ അടുത്തുണ്ട്. പക്ഷേ
ആരൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ അവർ തമ്മിൽ തല്ലി ഇങ്ങനെ പിരിഞ്ഞു പോയി ആളുകളെയും പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വളരെ തെറ്റാന്ന് മാത്രമേ എനിക്ക് ന്യൂ ജനറേഷനെ അല്ല എനിക്ക് തെറ്റ്. എനിക്ക് തോന്നുന്നു അവർ നല്ല, ഞാൻ പലരെ കണ്ടിട്ടുണ്ട്, ദേ ആർ വെരി ഗുഡ് ചിൽഡ്രൻ. അപ്പം മുമ്പേ പറഞ്ഞ പോലെ അപ്പൻ്റെ ഇവിടെ വേണ്ട അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. അത് അവർ തന്നെ ശോധന ചെയ്യട്ടെ, അവരുടെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തട്ടെ, ദൈവസന്നിധിയിൽ അവരൊക്കെ ഈ മുഴങ്കാൽ പടിയിടട്ടെ, അല്ലെങ്കിൽ കണ്ണുനീരൊഴുക്കട്ടെ. അതുകൊണ്ട് ഞാൻ വലിയ കണ്ണുനീരൊഴുക്കുന്നില്ല. ദൈവകൃപയാൽ ഞാൻ ഇവിടെ ഇതിൽ പറയുന്നതല്ല, ഞാൻ കഴിവതും എപ്പോഴും ഞാൻ ഓർക്കും സകല മുഴങ്കാലും മടങ്ങും ഇല്ലേ. കർത്താവ് തന്നെ ദൈവം ഏറ്റു പറയുന്നൊരു കാലം വരുമെന്നല്ലേ. അതുകൊണ്ട് എപ്പോഴും ഓർക്കും നമുക്കൊരു ട്രെയിനിങ് ആയിരിക്കണം. 3 മണി സമയത്തോ എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ എൻ്റെ പ്രിയപ്പെട്ട മരിച്ചതിന് ശേഷം എനിക്ക് 3 മണിക്ക് ശേഷമൊക്കെ ഉറക്കം കുറവുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ ചിലപ്പോൾ ഓർക്കുക കത്തോലിക്കരെ പോലാന്ന് ഞാൻ മടക്കണമെന്ന് ഓർക്കും. അധികം പ്രാർത്ഥിക്കില്ല, എങ്കിലും മുട്ടുമടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, ഓൾഡ് ജനറേഷൻ ഭാരപ്പെടേണ്ട, മടങ്ങി വരിക, കർത്താവിലേക്ക് മടങ്ങി വരിക. മുട്ടുമടക്കിയിട്ട് എത്ര നാളായി, യഥാർത്ഥമായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി. പ്രസംഗമൊക്കെ കാണും, പക്ഷേ യഥാർത്ഥമായ പ്രാർത്ഥനയുണ്ടോ, ആത്മാവിൻ്റെ ക്രിയ നടക്കുന്നുണ്ടോ, ആർഭാടമാണോ? അതുകൊണ്ട് നമ്മുടെ മേലയിലോ അല്ലെങ്കിൽ അല്ലാതെ സഭയിലുള്ളതായ വലിയ ഈ ഉണർവെന്ന് പറയുന്നവരെ അവർ യഥാർത്ഥ ഉണർവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ന്യൂ ജനറേഷൻ കൈവിട്ടു പോകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ന്യൂ ജനറേഷനോട് ഒരു താല്പര്യമുള്ള ആളാണ്. കാരണം ദൈവമേ, ഒരിക്കലും തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. തലമുറകൾ കർത്താവിനോട് നിൽക്കാൻ. പക്ഷെ നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് മെയിൻ ചർച്ചസിലൊക്കെ കാണാം. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. കാലങ്ങൾ വലിയ കൺവെൻഷന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൺവെൻഷനെ കുറിച്ച് പറഞ്ഞു. 100 പോരെ, ഈ ഇപ്പം 100 100 ഇത് പേരെടുത്ത് ഇത്ര എടുക്കാനായിട്ട് ഈ ഇത്ര കൺവെൻഷൻ നടത്തി. ഞാൻ ചോദിക്കുന്നത്, ഈ കൺവെൻഷൻ കൊണ്ട് എത്ര ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു? പിന്നെ നല്ല സ്ഥലമാണ് അവിടെ വന്ന് ഈ മാരേജ് അലയൻസ് ഒക്കെ നടത്താനുള്ള ഒരു സ്ഥലമുണ്ട്, അവർ തന്നെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുമ്മനാടൊക്കെ പോയി കഴിഞ്ഞാൽ ആരെ വലിയ പ്രസിദ്ധർ മാത്രം വന്നവിടെ പ്രസംഗിക്കും. ഇന്ന് നമുക്ക് ചെന്നാലും ഓൺലൈനിൽ കണ്ടാലും ഒരു വലിയ വിഷമം തോന്നും. പങ്കിട്ട് കൊടുക്കുക, നീ 20 മിനിറ്റ്, നീ 20 മിനിറ്റ്, നീ 20 മിനിറ്റ്. പിന്നെ ഇതൊക്കെ പറയുന്നത് എനിക്കൊരു വിഷമത്തോട് പറയുകയാണ്. ഇത് പ്ലാറ്റ്ഫോമിൽ, എല്ലാ പ്ലാറ്റ്ഫോമിൽ അങ്ങ് ഇടിച്ചു കയറുക. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ പിന്നെ അവിടെ ഇരിക്കുന്നത് അത് എന്താ അല്ല, അത് വായിക്കുന്ന ആള്, കീബോർഡ് വായിക്കുന്ന ആളും ഡ്രംസ് വായിക്കുന്ന ആള് പെർമനന്റ് അവിടെ ഇരിക്കുന്നത്. മോനും പറയും നിങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങളിത് ഇവിടെ ഇരിക്കുന്നത്. ഒരു പാസ്റ്റർമാരെന്ന് പാസ്റ്റേഴ്സ് വന്നാലും കഴിവതും ഞങ്ങൾ ഇവിടെ ഇരുന്നത്. കാരണം ഇന്ന് ബന്ധുക്കോസ് സഭയിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ തെറ്റ് പ്ലാറ്റ്ഫോമാണ്. എന്ത് വില കൊടുത്തു, എത്ര പണം കൊടുത്തു, പിന്നെ ഞാൻ അവിടെ പ്രസംഗിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താഗതി. കഴിഞ്ഞ കാലം ഞാനല്ലായിരുന്നു. പിന്നെ മഹാന്മാരുടെ കാലങ്ങളിൽ വലിയ ആളുകൾ ഒരൊറ്റ പ്രാസംഗികനെ കാണത്തുള്ളൂ, 3 പങ്കിട്ട് കൊടുക്കുകയില്ല. അപ്പം എന്തിനായതെന്ന് ചോദിച്ചാൽ, ഈ ജനങ്ങളെ നമ്മുടെ പാസ്റ്റർ ഒന്ന് പ്രസംഗിച്ചു, നമ്മുടെ അതിനുവേണ്ടി മാത്രം, കയ്യടിക്ക് വേണ്ടി. ഇതൊക്കെയാണ് പെന്തക്കോസ്തിന്റെ പുഴുക്കുത്ത്. ന്യൂ ജനറേഷൻ, ഞാൻ ന്യൂ ജനറേഷൻ പറഞ്ഞതുകൊണ്ടായി പറയുന്നത്, അല്ലെങ്കിൽ ഇത് പറയില്ല. ഓൾഡ് ജനറേഷൻ്റെ പ്രോബ്ലം ഇരിക്കുന്നത്. അപ്പം അത് മാറ്റിയാൽ നല്ലത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും സമയം അച്ചായന്റെ വിലപ്പെട്ട അനുഭവ സാക്ഷ്യം കേൾക്കാനായിട്ട് ഒരു കാര്യം കൂടെ, അപ്പൊ ഞാനത് പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കരുത്. കർത്താവ് എനിക്ക് തന്നതായ ഈ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് അത് ഞാൻ പറയാതെ വിട്ടാല് ഒരു തെറ്റ. പിന്നെ എൻ്റെ മോൻ്റെ വൈഫ് ഗ്രീന എന്ന് പറയും. അവരുടെ പിതാവ്
കർത്താവിന് വേണ്ടി വളരെ നാഗ്പൂരിൽ അധ്വാനിച്ച ആളാണ്. അതോടൊന്ന് പറഞ്ഞ് അധ്വാനിച്ച ആളാണ്. കർത്താവിന് വേല ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അളിയൻ ഗോഡ്ലി നല്ലൊരു മകനാണ്. AGയുടെ ചെറുപ്പക്കാരനാണ്. AGയുടെ പിന്നെ പ്രസ്ബീറ്ററൂടെ ചെറുപ്പക്കാരനാണ്. മാത്രമല്ല 2 സ്കൂൾ നടത്തുന്നുണ്ട് അവിടെ. 2 സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ വലിയ ആശ്ചര്യമാണ്. അപ്പം ഇന്ന് പാസ്റ്റർ എന്നാ പറഞ്ഞ് അദ്ദേഹം നേരെ നമ്മുടെ K. എബ്രഹാം 7 സ്കൂൾ നടത്തുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കട്ടെ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമുക്ക് പെന്തക്കോസ്ത് സഭയ്ക്കൊക്കെ പറ്റിയിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ആരാധന നല്ലത്, കർത്താവിൻ്റെ സന്നിധിയിൽ പോകുന്നതല്ല. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മിഷനറിമാർ വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഇന്ന് ആ പ്രവർത്തനമില്ല. ഇങ്ങനെ സ്കൂളുകളോ കാര്യങ്ങളോ ആരാ ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാപങ്ങളെ ഓർത്തുകൊള്ളട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാം വലിയ ചെയ്യുന്നല്ല. കഴിവതും ഒരു സഭയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ പാവപ്പെട്ടവനെ ഒന്ന് സഹായിക്കണം. അങ്ങനെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെയാണ് ഒരു പെന്തക്കോസ്ത് മണ്ഡലത്തിൽ വരേണ്ടത്. സ്കൂളുകൾ നടത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പലയിടത്തും നടത്തുന്നുണ്ട്. ഇവരുടെ ഇതുപോലെ അവരുടെ ഹോഷങ്കവാദിലൊക്കെ സ്കൂൾ നടത്തുന്നുണ്ട്. ഇവരുടെ അങ്കിൾമാരൊക്കെ നടത്തുന്നുണ്ട്. അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് വലിയ സല്യൂട്ടാണ്. എനിക്കറിയില്ലായിരുന്നു K. എബ്രഹാം ഞങ്ങളുടെ ബേബിച്ചായൻ 7 സ്കൂള് നടത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവരൊക്കെ ഒരു പക്ഷേ കേൾക്കാനിടയായപ്പോൾ അവരൊക്കെ നമ്മുടെ ഡെറാഡൂണിൽ ബൈബിൾ കോളേജിലുണ്ട്. അതൊക്കെ നടത്തുന്നവരാ. എൻ്റെ കസിൻ അമേരിക്കയിലായതുകൊണ്ട് നടത്തുന്നവരുണ്ട്. അവരോടുള്ള ബന്ധത്തിലും അവരുടെ ബൈബിൾ കോളേജിൽ പഠിച്ചവർ അവിടെ ഉണ്ട്. അവർക്കൊരു സന്തോഷം. എനിക്കറിയില്ലായിരുന്നു 7 സ്കൂൾ. ഞാൻ പറഞ്ഞ അപ്പോൾ അതുപോലെ ഒരു നിലയിലേക്ക് പെന്തക്കോസ്ത് മണ്ഡലം മാറണം എന്നുള്ള കർത്താവിൻ്റെ ഒരു താമസമില്ല. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പ്രിയ മകനുമായിട്ട് കർത്താവെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കർത്താവ് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലേക്ക് നയിച്ചതായ കൊച്ചൈപ്പ വർഗീസ് പാസ്റ്റർ, അല്ലെങ്കിൽ ഞാൻ പ്രിയപ്പെട്ട മോനച്ചൻ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സമയങ്ങൾ ചെലവഴിക്കുവാൻ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെയും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ സഹകരിക്കുവാൻ ഇടയായിട്ടുണ്ട്. കർത്താവ് നടത്തിയ വലിയ വഴികൾക്ക് സ്തോത്രം. അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ ഇനിയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്റെ മകനെ എന്നെയും തേടി വന്നതിനാണ് സ്തോത്രം. കൂടെ വന്ന സഹോദരനെയും കർത്താവ് അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്നതായ ജോസഫ് ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താനെയും ദൈവം ഇത്രത്തോളം ഉയർത്തിയതോർത്ത് ആമേ ദൈവത്തെ മഹത്വം. അത് തന്നെ ഒരു കാരണമാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. ഞങ്ങളുടെ ഈ സഭയിലുള്ളതായ അനേക തമിഴ് സഹോദരന്മാരെ, കന്നഡ സഹോദരന്മാരെ, സഹോദരിമാരെ എല്ലാവരെയും താഴ്ന്ന നിലയിൽ ഞങ്ങളെയൊക്കെയും ഉയർത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ സ്തോത്രം. ദൈവം ഒരു പ്രാവശ്യം കൂടെ, ദൈവം ആർക്കും കടക്കാരനല്ല. ഈ പാസ്റ്ററുടെ പ്രവർത്തനത്തെ പലരിലേക്കും കാര്യങ്ങൾ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെതായ ഈ സുപ്രധാന ദൗത്യത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ആമേ ഹല്ലേലൂയ അനുഗ്രഹം നേർന്നുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ സഭയെയും സർവ്വലൗകികമായ സഭയെയും അനുഗ്രഹിക്കണം. ബാംഗ്ലൂർ പട്ടണത്തിലെ എല്ലാ സഭകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ വരവെങ്കിൽ ഞങ്ങളെല്ലാവരും ഒഴുക്കപ്പെടും. ആരും വിടപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഏൽപ്പിക്കുന്ന കൃപയ്ക്കുള്ളിൽ മൂടണമേ. യേശുവപ്പച്ചൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവേ, ദൈവോട് കേട്ട് ഉത്തരമല്ലണമേ. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ അച്ചായൻ ഇത്രയും സമയം തൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് എല്ലാവർക്കും ഒരു പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ.